ദൈവം എന്നിൽ വലിയ കാരുണ്യം പകർന്നില്ലായിരുന്നുവെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു പള്ളിയിൽ കുന്തിരിക്കപ്പുകയുടെ നടുവിൽ ഞാൻ സുറിയാനിയും ചൊല്ലി ഇങ്ങനെ കഴിയുമായിരുന്നു. നിങ്ങൾ ആരും എന്നെ കണ്ടുമുട്ടുവാനും ഇവിടെ വരികയില്ലായിരുന്നു. എന്നാൽ ദൈവം എന്നെ ദൂരവേ ദർശിച്ചതിനാൽ, കർത്താവ് എന്നോട് കരുണ ചെയ്തതിനാൽ നമുക്ക് ഒരുമിച്ച് ആയിരിപ്പാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം വിമുക്തന്മാരാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 4 ദിക്കുകളിൽ നിന്നും നാനാവിധ പ്രശ്നങ്ങളിൽ നിന്നും ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ട ബന്ധനമറ്റുപോയ അതേ വിമുക്തന്മാർ. അവരങ്ങനെ പറയട്ടെ. ഒരു പ്രിയപ്പെട്ടവൻ മാത്രമേ ഇവിടെ വന്ന് പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് കർത്താവ് ചെയ്ത വലിയ അത്ഭുതം, താനൊരു അത്ഭുതമാണ്. നമ്മളെല്ലാവരും അതുപോലെ ദൈവസന്നിധിയിൽ അത്ഭുത വിഷയങ്ങളായിരിക്കണം. പ്രൈസ് ഗോഡ്. എൻ്റെ സാക്ഷ്യം അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് വളരെ ദീർഘമായൊരു സാക്ഷ്യമാണ്. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ അനുഭവത്തിൽ വന്നത്? അത് ചുരുക്കത്തിൽ പറയാം, ദീർഘമായിട്ടും പറയാം. ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകത്തിൽ സഭയുടെ നിഴലായിരിക്കുന്ന ശൂലേമി തൻ്റെ പ്രിയന്റെ സൗന്ദര്യത്തെ 2 തരത്തിൽ വർണ്ണിക്കുന്നു. ചുരുക്കത്തിൽ അവൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, എൻ്റെ പ്രിയൻ 10,000ങ്ങളിൽ സുന്ദരൻ, വെണ്മയും ചുവപ്പുമുള്ളത്. അവൾക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ ആ പ്രിയന്റെ സൗന്ദര്യത്തെ അംഗപ്രത്യംഗമായി അവൾ വർണ്ണിക്കുന്നു. ഇതുപോലെ വളരെ വിവരിച്ച് എൻ്റെ സാക്ഷ്യം പറയുവാൻ ആവശ്യമുണ്ടെങ്കിൽ അത് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ചുരുക്കത്തിൽ കർത്താവ് എന്നെ രക്ഷിച്ചു എന്ന് മാത്രം പറയുവാൻ എനിക്ക് സന്തോഷം. ഞാൻ ടെനസി അവിടെ കോൺഫറൻസിന് വന്നതായ സമയത്ത് എന്നെ വ്യക്തിപരമായി കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ വീട്ടിൽ ഞാൻ പോകുകയുണ്ടായി. ഞാനും ഒരു സഹോദരനും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ചെന്ന ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ വന്നത്. അങ്ങനെ എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് ഒരവസരം ലഭിച്ചു. ഞാൻ ചില മണിക്കൂറുകൾ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ സാക്ഷ്യം അദ്ദേഹത്തോട് പറഞ്ഞു. താനൊരു അക്ഷരം പോലും എതിര് പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല. മുഴുവൻ സമയവും താൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവസാനം എന്നെ കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോരുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഈ സത്യം പിൻപറ്റുവാൻ ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭം ഇനി ആയുസ്സിൽ ലഭിക്കുകയില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെയൊക്കെ വിളിച്ച് നിങ്ങളൊക്കെ പ്രസംഗിപ്പിച്ചാൽ അതുകൊണ്ട് 2 കാര്യങ്ങൾ സാധിക്കും. ഒന്ന്, ചിലർക്കത് അനുഗ്രഹത്തിനായി തീരും, ചിലർക്കത് ശിക്ഷാവിധിയുമായി ഭവിക്കും. എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ എന്നെ പോലെ ആകണം. നമ്മുടെ ഈ കൺവെൻഷന്റെ ഫലമായി സത്യമറിയാത്ത ചില ആളുകൾ സത്യത്തിന്റെ വെളിച്ചത്തിലാകണം. അറച്ചു നിൽക്കുന്ന ചില ആളുകൾ അവരുടെ വേലിക്കെട്ടുകളെ കടന്ന് ഈ അനുഭവത്തിൽ എത്തണം. എല്ലാത്തിൻ്റെയും മഹത്വം ദൈവത്തിനെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ
ന്യൂയോർക്കിലും അതിൻ്റെ പരിസരങ്ങളിലും പാർക്കുന്ന മലയാളികളായ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പ്രത്യേകം ഒരു അപേക്ഷയുള്ളത്, നാം ഒരു അന്യനാട്ടിൽ ചെന്ന് ഒരു മലയാളി കോളനിയായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കഴിയാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും കടന്നു എന്ന് അവരെ കൂടെ സ്വാധീനിക്കുവാൻ, അവരെ കൂടെ ദൈവത്തിലേക്ക് ആനയിക്കുവാൻ നമ്മളെ നല്ല ഉപകരണങ്ങളാക്കി തീർക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ബദ്ധരാക്കിക്കൊണ്ടുപോയ ആളുകൾ ബദ്ധരോട് സിയോൻ ഗീതങ്ങൾ പാടുവാൻ ആവശ്യപ്പെട്ടു. അത് വാസ്തവത്തിൽ അവരെ സുവിശേഷീകരിക്കുവാൻ, അവരെ സത്യത്തിലേക്ക് ആനയിക്കുവാൻ നല്ല ഒരവസരമായി. പക്ഷേ ആ ബദ്ധന്മാരെന്ത് ചെയ്തെന്നറിയാമോ? ഞങ്ങളുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗനമായി. എന്ന് തന്നെയുമല്ല, തങ്ങളുടെ വാദ്യോപകരണങ്ങളെ അവർ അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ ഗീതങ്ങളെ പാടാത്തവർ, വാദ്യോപകരണങ്ങൾ ഉണ്ട് പക്ഷെ അതിനെ ഉപയോഗിക്കാതെ എവിടെയെങ്കിലും തൂക്കിയിട്ടിരിക്കുന്ന ആളുകൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കും ഒരു പുതുജീവൻ നൽകട്ടെ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം ഓർക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ അനുഭവത്തിൽ വന്നതെന്ന് ഒരുപക്ഷെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എൻ്റെ സാക്ഷ്യത്തിൻ്റെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട ആളാണ്. അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എന്നാൽ ഞാൻ വളർന്നത് ഓർത്തഡോക്സ് സഭയിലായതുകൊണ്ട് അന്ന് അതിന് തക്കവണ്ണം മുൻപോട്ട് പോകുവാൻ എനിക്ക് കഴിയാതെ ഞാൻ ആ പരിചയിച്ച ആ പാതയിൽ കൂടെ മുമ്പോട്ട് നീങ്ങി. ഒരുവനിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് വാസ്തവത്തിൽ തുടങ്ങി വെച്ചതെങ്കിൽ അത് ദൈവം തന്നെ പൂർത്തീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓഥർ ആൻഡ് ഫിനിഷർ എന്നാണ് കർത്താവിൻ്റെ പേര്. വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തി വരുത്തുന്നതിനുമായ യേശു. അങ്ങനെ കർത്താവ് അത്ഭുതകരമായി എന്നെ നയിച്ചുകൊണ്ട്, ഞാനൊരു വൈദികനായിരുന്നിട്ട് പോലും എന്നെ സമ്പ്രദായങ്ങൾ കൊണ്ട് ബന്ധിച്ച് നിർത്തുവാൻ അതേ കഴിയും. സാധാരണ പട്ടക്കാരൊക്കെയും പള്ളിക്കർമ്മങ്ങൾ കൊണ്ട് തൃപ്തരായി ഇരിക്കുമ്പോൾ അതുകൊണ്ട് മതിയാക്കാതെ ഞാൻ സുവിശേഷവുമായി ആവോളം ഓടിപ്പോകുവാൻ ദൈവം എൻ്റെ കാലുകൾക്ക് കൃപ നൽകി. ഞാൻ ഒരു 3 സംഭവങ്ങൾ എൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറയാറുണ്ട്. ആദ്യമായി ഞാൻ മുന്നോട്ടിറങ്ങുവാനുള്ള താൽക്കാലികമായ 3 കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം, ഞാനൊരു വൈദികനായിരിക്കുമ്പോൾ തന്നെ ഞാൻ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചു വന്നത്. ഒരു യാക്കോബായ വൈദികൻ അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് വൈദികൻ തൻ്റെതായ കുപ്പായ വിട്ടുകൊണ്ട് കോട്ടയത്തിനടുത്തുള്ള അതേ MC റോഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പരസ്യയോഗത്തിൽ പ്രസംഗിച്ചാൽ അതുവരെ അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ സഹിക്കുമോ? താമസിയാതെ തന്നെ ആ വിവരം സഭയുടെ കേന്ദ്രത്തിലേക്ക് കണ്ടുനിന്ന ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് അവിടെ നിന്നൊരു വിളിയുണ്ടായി, താനിവിടെ വരണമെന്ന്. ഞാനവിടെ ചെന്നപ്പോൾ നല്ല കാര്യം വല്ലതുമാണെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിച്ചതായി കേട്ടു, ശരിയോ? ഞാൻ പറഞ്ഞു ശരിയാ. അപ്പോൾ എന്നോട് എന്നെ വിസ്തരിച്ച മെത്രാപ്പൊലീത്ത പറഞ്ഞു, താൻ തെറ്റിപ്പോയി, പരസ്യയോഗത്തിൽ പ്രസംഗിച്ചത് തെറ്റിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചോദിക്കണമെന്ന്, പക്ഷെ ഞാൻ ചോദിച്ചില്ല.
കർത്താവ് പരസ്യയോഗങ്ങളിലല്ലേ പ്രസംഗിച്ചത്? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് പരസ്യയോഗങ്ങളിലല്ലേ? പൗലോസ് പുഴവക്കത്ത് പ്രസംഗിച്ചില്ലേ? വീടുകളിലും വെളിമ്പറമ്പുകളിലും അല്ലേ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ശുശ്രൂഷിച്ചത് എന്ന് ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ ആദ്യത്തെ സംരംഭം ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചില്ല. പ്രിയരേ, അതിന് പിന്നാലെ എനിക്കൊരു ശാസനം കിട്ടി. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഇനി സംഭവിക്കരുത്, പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. ഞാൻ വീണ്ടും വന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഒരിക്കലും ഒരു ശാഠ്യക്കാരനല്ല. എന്നെ മുടക്കിയ സമയത്ത് തന്നെ, എന്നെ മുടക്കുന്ന സമയത്ത് എന്നെ ഈ വിസ്തരിച്ച തിരുമേനി തന്നെയാണ് മുടക്കിയത്. 3 കാര്യങ്ങൾ എന്നിലില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ മുടക്കിയത്. ഒന്ന്, വഴക്കാളിയല്ല, ദുർമാർഗിയല്ല, ദ്രവ്യാഗ്രഹിയല്ല. ഞങ്ങളുടെ സ്ഥലത്തുള്ള കുര്യാക്കോസ് എന്ന പേരിലുള്ള ഒരാൾ അടുക്ക നിൽക്കുമ്പോഴാണ് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ കാര്യത്തിലൊന്നുമല്ല ഞാൻ അദ്ദേഹത്തെ മുടക്കുന്നത്, തലതിരിഞ്ഞു പോയി. എന്നെ അതിനാണ് മുടക്കിയത്, തല തിരിഞ്ഞതുപോലെയാണ് മുടക്കിയത്. ഞാൻ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, നമ്മളോടൊരാൾ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ആകട്ടെ, വളരെ അനുസരണമുള്ള ഒരു വ്യക്തിയോട്, അമേരിക്കയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആരെങ്കിലും നിയമപരമായിട്ടൊരു കാര്യം കൽപ്പിക്കുകയാണ്, എന്തുവാ കൽപ്പന എന്നറിയാമോ? ശ്വാസോച്ഛ്വാസം ചെയ്യരുത്. വളരെ അനുസരണശീലമുള്ള വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ അനുസരിക്കുമോ? ഇല്ല. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിക്കുകയാണ്. നമുക്ക് അനുസരിക്കാവുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് അനുസരിക്കാൻ സാധ്യമല്ല. പരസ്യത്തിൽ പ്രസംഗിച്ചത് തെറ്റിപ്പോയി എന്ന് എന്നോട് പറഞ്ഞു. എനിക്കത് കേൾക്കാൻ കഴിഞ്ഞെന്നല്ലാതെ ഒരിക്കലും അത് അനുസരിപ്പാൻ എനിക്ക് സാധ്യമല്ല. അതിനുശേഷം രണ്ടാമത് എന്നെ വിളിച്ച് വിസ്തരിച്ചു. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് സത്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്. അതേ മെത്രാപ്പോലീത്ത തിരുമേനി എന്നെ രണ്ടാമത് വിസ്തരിച്ച വിഷയം ഞാനൊരു ഐക്യ യോഗത്തിന് പ്രസംഗിച്ചു എന്നുള്ളത്, യൂണിയൻ കൺവെൻഷൻ. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ക്രുദ്ധനായിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു യൂണിയൻ കൺവെൻഷൻ പ്രസംഗിച്ചോ? ഞാൻ പറഞ്ഞു പ്രസംഗിച്ചു. അതിൽ ആരെല്ലാം പങ്കെടുത്തു? ഞാൻ അതിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ പറഞ്ഞു. മർത്തോമക്കാർ, CSIക്കാർ, യാക്കോബക്കാർ. ബിക്കോസ്കാർ അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ മൊഴികൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. എടോ, താൻ വീണ്ടും തെറ്റി. മാർത്തോമാക്കാരും മറ്റും സംബന്ധിച്ച ഒരു യോഗത്തിൽ താൻ പ്രസംഗിച്ചത് തെറ്റായിപ്പോയി. കാരണം മാർത്തോമാക്കാർ ക്രിസ്ത്യാനികളല്ലെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ എന്നോട് ചോദിച്ചു. അതെൻ്റെ ജീവിതത്തിലേറ്റ ഒരു വലിയ ഷോക്കായി. ഒരുപക്ഷെ ഞാൻ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഹൃദയസ്തംഭനം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം മാർത്തോമാക്കാർ ക്രിസ്ത്യാനികളല്ലെന്ന് ഞാൻ ആദ്യം കേൾക്കുക. ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി, എനിക്കത് മനസ്സിലായില്ല, അവർ ക്രിസ്ത്യാനികളല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞല്ല, തനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല, താൻ അത്രയും പഠിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് എന്താ അവർ ക്രിസ്ത്യാനികളല്ല എന്ന് പറയാൻ കാരണം? എൻ്റെ കാരണം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസം പുരട്ടിയവൻ. ക്രിസം എന്ന് പറഞ്ഞാൽ ഹോളി ഓയിൽ, മൂറോൻ തൈലം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, അത് അപ്ലൈ ചെയ്തവനാണ് ക്രിസ്ത്യാനി. മാർത്തോമാക്കാർക്ക് അതില്ല, അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികൾ. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ഞാൻ ഉടനെ ചോദിച്ചു, ഈ പ്രാവശ്യം എനിക്ക് കർത്താവ് ഒരു അല്പം ധൈര്യം തന്നു. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ക്രിസ്ത്യാനികളല്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി ഇവരുടെയൊക്കെ നേതാക്കന്മാരുമായി ഒരുമിച്ച് കൂടിയിരുന്ന് എക്യുമെനിസം ഘോഷിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കേൾക്കണോ? എടോ,
ഞങ്ങൾക്ക് അതിനുള്ള പക്വതയായി, എനിക്കതിനുള്ള പക്വത വന്നിട്ടില്ല. ചായ കുടിക്കാനും ഒരു പക്വത വേണമെന്ന് എനിക്കന്ന് മനസ്സിലായി. പ്രിയരെ, ആ സമയത്ത് ഞാൻ വളരെ സംയമനം പാലിച്ച് ഞാൻ അവിടുന്ന് കടന്നുപോയി. മൂന്നാമത് എന്നെ വിളിച്ചു വിസ്തരിച്ചത് അത് ഈ വിസ്താരത്തിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഭാഗമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യം കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് എൻ്റെ മുമ്പിൽ വന്നത്. അദ്ദേഹം കുറച്ചുകൂടെ രൂക്ഷമായി എന്നെ നോക്കി. ഒരു പള്ളിയിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി പോയ സമയത്ത് കന്യകമറിയാമിൻ്റെ അപേക്ഷ ചൊല്ലി, അത് ചൊല്ലരുതെന്ന് ഞാൻ അവിടെ ആ പള്ളിയിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരിലുള്ള ആരോപണം. അങ്ങനെ ചെയ്തത് എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനെതിരായിട്ട് അവിടെ പ്രസംഗിച്ചില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തു. ഞാനിവിടെ ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അതിനു മുമ്പായിട്ട് അവർ പ്രാർത്ഥിച്ച സമയത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്നവർ ചൊല്ലി. ഞാനത് തിരുത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ചൊല്ലുകയാണെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലിയാൽ മതി. അത് ഞാൻ വേർപെട്ടിരുന്നില്ല, വേർപാടിൻ്റെ വക്കിലേക്ക് നീങ്ങിയിരുന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെതിരായിട്ട് പ്രസംഗിച്ചില്ല. ഇത്രയും ഒരു തിരുത്തലോടെ പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചൊരു ചോദ്യം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. സഭയുടെ ഉപദേശങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനുടനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഏറ്റുമുട്ടൽ കൂടുന്നതോറും ശക്തി കൂടുതൽ. മൂന്നാം പ്രാവശ്യമായപ്പോൾ എനിക്ക് അല്പം കൂടെ കരുത്ത് കൂടി. ഞാൻ ചോദിച്ചു, ആരാണ് വ്യത്യാസപ്പെടുത്തിയത്? ഗബ്രിയേൽ ദൂതൻ വന്ന് മരിയോട് പറഞ്ഞ വാക്കെന്താണ്? കൃപയെന്നുള്ള വാക്കല്ലേ ഉപയോഗിച്ചത്? നമ്മളത് നന്മയെന്നാക്കിയില്ലേ? നമ്മളല്ലേ തിരുത്തിയത് എന്ന് ചോദിച്ചു. പ്രിയരെ, ഏത് കാര്യത്തിലും തെറ്റ് സമ്മതിക്കുന്നതാണ് ദൈവികം. അത് ചെയ്യുന്നതിന് പകരം അഭിമാനപ്രസനമായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ, നന്മയും കൃപയും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രൈസ് ദി ലോർഡ്. എന്നെ വിസ്തരിക്കുന്ന സമയത്ത് ഞാൻ പ്രായം കുറച്ച് കുറവുള്ള ഒരു വൈദികനായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 90 ചില്ലുവാനം വയസ്സ് പ്രായമുള്ള ഒരു മെത്രാപ്പോലീത്തയും യെരൂശലേമിൽ താമസിച്ചവനും മർക്കോസിന്റെ മാളികയിൽ വെച്ച് പട്ടമേറ്റ ആളുമാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുക, നന്മയും കൃപയും തമ്മിൽ വ്യത്യാസം. എനിക്ക് തോന്നി ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ അകലം ഉണ്ടെന്ന് പറയണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ സംഗതി വശാൽ പറയട്ടെ. നന്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ഗുഡ്നസ് അത് ദൈവത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമുക്കാർക്കും നന്മയില്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് വീട് കിട്ടിയ ഒഴിയുന്ന കഷണങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ലഭിച്ചത് കൃപയാണ്. കൃപയാണ് ദൂതൻ അനൗൺസ് ചെയ്തത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു വരും. കൃപ ലഭിച്ചെന്ന് ബോധ്യമുള്ളവരെല്ലാം കൈകളെ ഉയർത്തി കർത്താവിനെ അദ്ദേഹം ഈ മൂന്നാം പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ വളരെ സ്നേഹിക്കുന്നു, തനിക്കൊരു നല്ല ഭാവിയുണ്ടെന്ന് എനിക്കറിയാം, തൻ്റെ പേർക്ക് ഞാൻ കുർബാനയിൽ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, തനിക്ക് ദൈവം നല്ല ബുദ്ധി നൽകട്ടെ എന്നെല്ലാം പറഞ്ഞ് എന്നെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ദൈവം നല്ല ബുദ്ധി നൽകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ അടുത്തറിയാവുന്ന കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അമേരിക്കയിൽ വന്നിട്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. എന്നെ ആദ്യമായിട്ട് കാണുന്ന വളരെ പേര്, ഞാൻ വൈദികനായി നടക്കുന്ന കാലത്ത് തന്നെ കണ്ട കുറച്ച് പേര്, അത്രയും പേരെ ഉള്ളെന്നാണ് ഞാൻ ഓർത്തത്. ഒരിടത്ത് ചെന്നപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന കാലത്ത് തന്നെ അറിയാവുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അതും ഒരു ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അസത്യമായിട്ട് ഒരിക്കലും വരികയില്ല. കാരണം
ഇത്രയും സാക്ഷികൾ മുമ്പ് ഇരിക്കുമ്പോൾ എനിക്ക് അസത്യം പറഞ്ഞ് രക്ഷപ്പെടാനും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. പ്രിയമുള്ളവരെ, ഞാനൊരു സാക്ഷ്യം തന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഈ 3 വിസ്താരങ്ങൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെയേറെ വേദനയുണ്ട്. എൻ്റെ ദൈവമേ, എന്തെന്ത് ദോഷങ്ങൾ ചെയ്യുന്ന ആളുകൾ അവിടെ ഇവിടെയായിട്ട് വിഹരിക്കുന്നു. അവരെ വിസ്തരിക്കുന്നില്ല, അവരെ ശാസിക്കുന്നില്ല, അവരുടെ പേരിൽ ആക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നേരോടെ ജീവിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന എന്നെ ഓരോ സമയവും വിളിക്കുന്നു, വിസ്തരിക്കുന്നു, വേദനിപ്പിക്കുന്നു. ഇതാണോ ക്രിസ്തീയ ജീവിതം? ഇങ്ങനെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയട്ടെ, ഇന്ന് ലോകത്തിൽ മിക്കവാറും എല്ലാ പട്ടത്ത സഭകളിലും കരിസ്മാറ്റിക് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഇങ്ങനെ തലയുയർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കത്തോലിക്കാ സഭയിൽ അത് ഔദ്യോഗികമായിട്ട് അറിയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. എന്നാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഉൾപ്പെട്ടിരുന്ന ഓർത്തഡോക്സ് സഭയിൽ അവിടെ അവിടെയായിട്ട് കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ പല പള്ളികളിലും ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയം പരിസരങ്ങളിൽ അനേക പള്ളികളിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന 100 കണക്കിന് യുവജനങ്ങൾ അതേ മുമ്പോട്ട് വന്നു. അവർക്കൊക്കെയും എന്നെ പോലുള്ള ചുരുക്കം ചില വൈദികർ ഒരു ആശാകേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് അവരെല്ലാം എന്നെ കൺമണി പോലെ സ്നേഹിച്ചിരുന്നു. ഞാൻ കാനം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഈ വഴിത്തിരിവ് ഉണ്ടായത്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ഒരാൾ, കാനവീജയെ അറിയുമോ? വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, കാനൻ രാജേന്ദ്രനെ അറിയുമോ? ഞാൻ പറയും, അതൊക്കെ ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരും ഒക്കെയാണ്, പക്ഷേ ഞാൻ വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നയാളാണ്, സാഹിത്യത്തിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ നിൽക്കുന്ന ആളല്ല. ഇടയ്ക്ക് പറയട്ടെ, പറയേണ്ട കാര്യമില്ലെങ്കിലും കാനവീജ് എൻ്റെ ഒരു ബ്രദറിലോയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും ഞാനും ഫസ്റ്റ് കസിൻസാണ്. അതൊക്കെ കുടുംബകാര്യമാണ്, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് കോട്ടയം സൈഡിൽ നിന്ന് ചില യുവജനങ്ങൾ ഞാൻ വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത്, എൻ്റെ മാതാവ് മാത്രം വീട്ടിലുള്ള സമയത്ത് വീട്ടിൽ വന്നു, എന്നെ തിരക്കി. അവർ വന്നതിൻ്റെ കാരണം അവിടെ കുറിച്ച് വെച്ചിരുന്നു. ഞങ്ങൾ യാക്കോബായ സഭയിൽ നിന്ന് ഉണർത്തപ്പെട്ട ചെറുപ്പക്കാരാണ്. ഞങ്ങൾക്ക് ദൈവവചനം പഠിപ്പിച്ചു തരുവാൻ വേറെ ആരുമില്ല. ഞങ്ങൾ കൂദാശകൾ കൊണ്ട് തൃപ്തി അടയുന്നില്ല. ഞങ്ങളെ സഹായിക്കാനായി അത് ഞങ്ങൾ ആളുകളെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരാളിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കേൾവിയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. അതുകൊണ്ട് ദയവായി അത് അച്ഛൻ വരുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ അവരവിടെ എഴുതി വെച്ചു. എൻ്റെ ജീവിതത്തിൽ അത് ദൈവം തുടങ്ങി വെച്ച ഒരു നല്ല വഴിത്താരി. ഞാൻ കാനത്ത് നിന്ന് പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കോട്ടയത്തിനടുത്ത് അതെ പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ ആ നാടുകളിലായിരുന്ന ആരെങ്കിലും നിശ്ചയമായിട്ട് ഇന്ന് രാത്രിയുടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കുറയാൻ 200-300 പേര്, യാക്കോബായക്കാർ, സ്ത്രീ പുരുഷന്മാർ, കുട്ടികളടക്കം ഒരാഴ്ചയിൽ എത്ര കുറഞ്ഞാലും ഒരു സമ്മേളനം വീതം. അങ്ങനെ ചിലയേറെ നാളുകൾ ഞാൻ ബന്ധപ്പെട്ടു പോയി. അവിടെ അവർക്ക് ബൈബിൾ ക്ലാസ്സുകൾ നടത്തുകയും അവരെ ദൈവവചനത്തിൽ അത് മുന്നോട്ട് നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടെ ഇടയ്ക്ക് കയറി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവവചനമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിൻ്റെ മുൻപന്തിയിൽ നിന്ന ചില ആളുകൾ, അതിലൊരാൾ സ്റ്റേറ്റ് ബാങ്കിൽ ജോലിയുള്ള PC എബ്രഹാം എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് കർത്താവിൻ്റെ വയൽപ്രദേശം നന്നായി ശോഭിക്കുന്ന ഒരു ദൈവദാസനാണ്. പക്ഷേ ഇദ്ദേഹം എന്നെ വിളിച്ച് അവിടെ ദൈവവചനം പഠിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച് വരുത്തിയെങ്കിലും അദ്ദേഹം ആ സമയത്തും വെളുത്ത ബീഡി വലിക്കുന്നതാണ്. വേറെ ഒരാളുണ്ട്, അദ്ദേഹം ഇന്നൊരു പ്രവാചക ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുന്ന KA ജോർജ് എന്ന് പറയുന്ന ഒരാളാണ്. ഞങ്ങൾ കൊച്ചുസാർ എന്ന് വിളിക്കും. അദ്ദേഹം ലൈറ്റ് പമ്പ് ചെയ്യുകയും വേദപുസ്തകം എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ വാ നിറച്ച് മുറുക്കുന്നയാളാണ്.
ഇത് കുറെ നാൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് ഞാൻ തയ്യാറില്ല. ദൈവവചനം ശുശ്രൂഷിക്കുകയാണെങ്കിൽ വിശുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കണം. ജീവിതത്തിലേക്ക് അതിന്റെ പ്രകാശം കടന്നു വരണം. ഇത് നേർച്ചയല്ല. അതുകൊണ്ട് ഞാൻ ഈ പണിക്കിനി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം അത് മനഃപൂർവ്വം ചെന്നില്ല. അന്ന് തള്ളക്കോഴിയില്ലാത്ത കുഞ്ഞുങ്ങളെല്ലാം കൂടെ അത് വാഴച്ചോട്ടി കൂടി നിൽക്കുന്ന പോലെ ഞാൻ ക്ലാസ്സിന് അല്ലാതിരുന്ന ദിവസം വന്നുകൂടിയവരെല്ലാവരും വളരെ ദുഃഖിതരായിട്ട് പലരും കരഞ്ഞു. അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു. എൻ്റെ ആ അസാന്നിധ്യം അവർക്കും അല്പം ഇന്ധനം പകർന്നു. അവരൊരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവരിൽ ചിലരെ ദൈവശക്തിയാൽ നിറച്ചു. ഞാൻ പറയട്ടെ പ്രിയരെ, ഞാൻ അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ സിഗരറ്റുകാരൻ സിഗരറ്റ് കളഞ്ഞു, മുറുക്കുന്നയാൾ മുറുക്കിനോട് യാത്ര പറഞ്ഞു. ആകെപ്പാടി ഒരു പരിവർത്തനം. ഞാൻ പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഞാൻ വരാതിരുന്നത്. പിന്നീട് ദൈവം ഒരു പുതിയ അനുഭവത്തിൽ കൂടെ നടത്തുവാൻ തുടങ്ങി. ആളുകൾ രക്ഷിക്കപ്പെട്ടവർ 100 കണക്കിന് മുൻപോട്ട് പോയി. ഒടുവില് ഞാൻ അവരോട് ഒന്നും പറയാതെ തന്നെ അവരെന്നോട് ഇങ്ങോട്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുവാൻ തുടങ്ങി. നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പോരാ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമുക്ക് ഈ ചട്ടകർമ്മങ്ങളുമായി ഒത്തുതീർപ്പ് സാധ്യമല്ല, അതുകൊണ്ട് നമുക്ക് ഈ അനാചാരങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകണം. പറയട്ടെ പ്രിയരെ, കോട്ടയത്തും അതിൻ്റെ പരിസരങ്ങളിലുമുള്ള ഡസൻ കണക്കിന് അത് പള്ളികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഞങ്ങൾ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എത്ര പള്ളികളിലെ കപ്പ്യാരന്മാർ, ജ്ഞാനായ സമുദായത്തിലെ സുവിശേഷകന്മാർ മിക്കവാറും പേര് ഇവരെല്ലാവരും വന്നുകൂടി. തീപ്പൊരി പ്രസംഗങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇതിനെ നമ്മൾ ചെറുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു, ഒട്ടും വിട്ടുകൊടുക്കണമെന്ന് പറ്റും പറഞ്ഞു. പക്ഷെ എല്ലാവരും ഒടുവിൽ അതെ ഒരു തീരുമാനത്തിലെത്തിയത്, ഇതൊക്കെ സത്യമാണ്, പക്ഷെ ഇത് ആരധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നുള്ള ചോദ്യം വന്നപ്പോൾ എല്ലാവരും മൗനമായി. ആ സമയത്ത് കർത്താവ് എന്നിലൊരു ജീവൻ പകർന്നു. ഞാൻ പറഞ്ഞു, ഞാനതിന് ബലിയാടാകാം, നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, ഞാൻ തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു 30ഓളം ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യപത്രം, ഒരു മെമ്മോറാണ്ടം ക്വസ്റ്റ്യന് തയ്യാറാക്കി കാതോലിക്ക ബാബയുടെ പേർക്ക് അയച്ചു. ഇന്ന് രോഗഗ്രസ്തനായി കിടക്കുന്ന കാതോലിക്ക ബാബ എനിക്ക് എന്നെ 4 വർഷം പഠിപ്പിച്ചയാളും എനിക്ക് പട്ടം തന്നയാളും. അതിനു മുൻപ് ആയിരുന്ന കാതോലിക്ക ബാബ ഔഗേൻ ബെസലിയോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേർക്ക് ഞാൻ 30ഓളം ചോദ്യങ്ങൾ എഴുതി അയച്ചു. മറുപടി ഒന്നും കിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാത്തിരുന്നിട്ട് ഒരു ഉണർത്തൽ, ഒരു റിമൈൻഡർ കൂടെ അയച്ചു. അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ എഴുതി, ഇതിന്റെ മറുപടി തന്നു സഹായിക്കണം, ഇല്ലെങ്കിൽ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പ്രാർത്ഥിച്ചു. എഴുതി. എന്നെ അറിയാവുന്നവരായതുകൊണ്ട് താമസിയാതെ താൻ വേഗം ഈ കത്ത് കിട്ടിയാൽ ഉടനെ ഇവിടെ വരണമെന്ന് ബാബായുടെ അറിയിപ്പുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞ സഹോദരന്മാരുൾപ്പെടെ ഒരു 4-5 സഹോദരന്മാരും കൂടെ ഞങ്ങൾ കടന്നു ചെന്ന്, ഞങ്ങൾ അവിടെ ചെന്ന ആ സ്ഥലത്തിൻ്റെ പേര് കേട്ട് ആരും പേടിക്കരുത്, ദേവലോകത്താണ്. ദേവലോകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ വിസ്തരിക്കാൻ ഒരു വിസ്താര സഭ അവിടെ കൂടിയിരിക്കുകയാണ്. നവീകരണ സത്യങ്ങൾക്ക് വേണ്ടി മാർട്ടിൻ ലൂതർ അത് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ വിസ്തരിക്കാനായിട്ട് വലിയൊരു വിസ്താര സഭ കൂടിയതായി നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. മിക്കവാറും അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു വിസ്താര കോടതി അവിടെ ഉണ്ടായി. ഞാൻ അവിടെ ചെന്നുടനെ ആ വിസ്താര സഭ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, വലിയ പണ്ഡിതന്മാരടങ്ങുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ ചിലരുടെ പേരുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബോധക്കേടുണ്ടാകും. അത്രയ്ക്ക് വലിയ പണ്ഡിതന്മാരാണ്. എന്നോട് പറഞ്ഞു അകത്തോട്ട് കിടക്കാൻ. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു 3-4 സഹോദരന്മാരും കൂടെ വന്നിട്ടുണ്ട്,
അപ്പോൾ കതലിക്കമ്മ പറഞ്ഞു, ഇവിടെ തന്നെയല്ലേ വിളിച്ചത്, അവരെന്തിനാ വരുന്നത്? ഞാൻ പറഞ്ഞു, അവരെൻ്റെ സഹോദരന്മാരാണ്, അവരും കൂടെ സാക്ഷികളായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോൾ എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുമിച്ച് അത് അകത്തോട്ട് കടച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഇന്നിവിടെ ഇരിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന മാന്യത പോലും ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. ഞാൻ നോക്കുകയാണ്, ഒരു നിക്കറിട്ട് ഒരു കൊച്ചുകുട്ടി ഇവിടെ കസേരയിലിരിക്കുന്നു, കുപ്പായം വിട്ട് എന്നെ തറയിലായിരിക്കും. എൻ്റെ സഹോദരന്മാരായിട്ട് ചെന്ന എല്ലാവരെയും തറയിലിരിക്കും. അവരെല്ലാവരും കസേരയിൽ മാന്യന്മാരായിട്ട്. അതിനുശേഷം ഞങ്ങളെ വിസ്തരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ചോദ്യപത്രം ഹാജരാക്കി സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളിനെ കൊണ്ട് ഇത് കൊണ്ടുവരിച്ചു. 30 ചോദ്യങ്ങൾ, അതിന് മറുപടി പറയാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്നോട് ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, അതെല്ലാം ഒന്ന് കേട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ 30 ചോദ്യങ്ങൾ അതിന് ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചാൽ ഇന്ന് രാത്രി വീട്ടിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ചെറിയ കുറുക്ക് വഴി ഞാൻ പ്രയോഗിക്കാൻ പോവുകയാണ്. ഈ സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം, സ്ഥാലിപുലക ന്യായം എന്ന് പറഞ്ഞ ന്യായം. ഒത്തിരി ന്യായങ്ങളുണ്ട്. അതിന് ആ കൂട്ടത്തിൽ ഒരു ന്യായം ഇതാണ്. അടുക്കളയിലെ ഒരു ന്യായമാണിത്. ഈ കലത്തിലെ ചോറ് 1000 ചോറും മണികളുണ്ടല്ലോ, അതെല്ലാം വെന്തതാണോ എന്നറിയാൻ ഒരു ബുദ്ധിമതിയായ വീട്ടമ്മ അത് മുഴുവൻ ഞെക്കി നോക്കാറില്ല. സാമ്പിൾ 2 or 3 എണ്ണം പരിശോധിച്ചിട്ട് വേവ് നിശ്ചയിക്കും. ഇതുപോലെ അവിടെ നടന്ന ആ ചോദ്യോത്തരങ്ങൾ എങ്ങനെയായിരുന്നെന്ന് ഒരു സാമ്പിൾ 2 എണ്ണം ഞാൻ പറയും. ആദ്യമായിട്ട് ഇത് വായിക്കുന്നു. രണ്ടാമത് ബാബ എന്നോട് നേരിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാത്തത് പ്രയാസമുള്ള വല്ലതും ഉണ്ടെങ്കിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പണ്ഡിതന്മാരത് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയാണ് അവിടുത്തെ പ്രോസസ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ സഭയിൽ ആരെങ്കിലും ഒരാൾ വല്ല പ്രോട്ടസ്റ്റന്റുകാരുടെയും പ്രസംഗം കേൾക്കാനായിട്ട് എവിടെയെങ്കിലും പോയാൽ അവരെ നമ്മൾ വിളിക്കുകയും വിസ്തരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. എന്നാൽ സഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു മദ്യപാനിയെ മുടക്കിയിട്ടുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ബാബ എന്നോട് ചോദിച്ചത്, നിങ്ങളോട് ഞാൻ അതേ ഭാഷയിൽ തന്നെ പറയാം. തനിക്കെന്താ മദ്യപന്മാരോട് വിരോധം? ഞാൻ പറഞ്ഞു, എനിക്ക് അവരോട് ഒരു വിരോധവും. പിന്നെ അവരെ മുടക്കണമെന്ന് താൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, അതെൻ്റെ താല്പര്യമല്ല. നമ്മുടെ നിയമഗ്രന്ഥമായ ഹൂദായ ഖാനൂൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ മദ്യപാനികളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്, അവരെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കണമെന്ന് അതിൻ്റെ കമ്പൈലറായിരിക്കുന്ന ഗ്രിഗോറിയോസ് ഹെബ്രായ എന്ന് പറയുന്ന അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് നടപ്പിലാക്കാത്തത് എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കേൾക്കണമോ? അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം ലോകം വിട്ടുപോയി. അദ്ദേഹം എന്നോട് ചോദിച്ചത്, എടോ താൻ ഈ പറയുന്നത് പോലെ മദ്യപാനികളെ മുടക്കിയാൽ പിന്നെ നമ്മുടെ സഭയിൽ ആള് കാണുകയെന്നുള്ള വിവരം തനിക്ക് അറിഞ്ഞുകൂടെ എന്നോട്. എനിക്കത് മതിയായിരുന്നു. ഞാനൊന്നും മറുപടി പറയാതെ നിന്നു. എനിക്ക് കിട്ടേണ്ട മറുപടി കിട്ടി. രണ്ടാമതായിട്ട്, വിശുദ്ധന്മാരുടെ പുണ്യവസ്തുക്കൾ, റിലിക്സ്, അത് അവരുപയോഗിച്ച വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, അവർക്കിടുന്ന കിടക്ക, അവരുടെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അസ്ഥി കഷണങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയും ഇങ്ങനെ പുണ്യവസ്തുക്കളായി പങ്കുവയ്ക്കുകയും അതിനെ നമിക്കുകയും അതിനെ മുത്തുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണ്. അത് വിഗ്രഹ സേവയാണ്. അത് നിരുത്സാഹപ്പെടുത്തണം എന്നായിരുന്നു എൻ്റെ അടുത്ത ആശയം. അതിന് ബാബാതിരുമേനി തന്ന മറുപടി ചിലർക്ക് പ്രയോജനമായിരിക്കുമെന്ന് വെച്ച് ഞാൻ പറയട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം കൊണ്ടുവന്ന് വേദപുസ്തകത്തിൽ നിന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിപ്പിച്ചു. ഒരുപക്ഷെ അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ പെന്തിക്കോസ്ത് സഹോദരന്മാർ ചിലർ പോലും ശത്രുപക്ഷം ചേരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത്
ഇസ്രായേൽ ദേശത്ത് ഒരാളിനെ അടക്കാനായിട്ട് മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അരാമ്യരുടെ സൈന്യങ്ങൾ എതിരെ വരുമ്പോൾ ഭയന്ന് പെട്ടെന്ന് കണ്ടതായ ഒരു ഗുഹയിലേക്ക് ഈ മൃതശരീരം എറിഞ്ഞു. അത് ഏലീശയെ അടക്കിയ ഖബറിടമായിരുന്നു. ആ ഖബറിൽ മൃതശരീരം വീണ ഉടനെ ഈ മൃതശരീരം ചാടി എഴുന്നേറ്റു ജീവനോടെ. അങ്ങനെ ഒരു സംഭവം വേദപുസ്തകത്തിലുണ്ട്. ഇത് വായിപ്പിച്ചിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: വിശുദ്ധന്മാരുടെ ഖബറുകൾക്ക് ശക്തി ഉണ്ടോ? താൻ തന്നെ പറയണം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള അല്പപ്രാണികളായ ആരെങ്കിലും ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ട്. ഇന്നാണിത് മനസ്സിലായത്. ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെയും അത് മറച്ചു വെച്ചിരുന്നു എന്നൊരു പക്ഷേ പറയുമായി. പക്ഷെ ദൈവം എൻ്റെ കണ്ണുകളെ നേരത്തെ പ്രകാശിപ്പിച്ചിരുന്നുകൊണ്ട് ഞാനത് കേട്ട് അന്താളിച്ചില്ല. ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു: തിരുമേനി, എനിക്കൊരു സംശയം. ആ മൃതശരീരം ഏലീശയുടെ ഖബറിൽ മുട്ടി ജീവിച്ചു എന്നുള്ളത് സത്യം. ആ ദേശത്ത് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ രണ്ടാമത് മരിക്കുന്ന ആളിനെ ഈ ഖബറിൽ കൊണ്ടിട്ടാൽ അയാൾ ജീവിക്കുമോ? ജീവിക്കുമെങ്കിൽ മൂന്നാമതൊരാളിനെ കൂടെ കൊണ്ടിട്ടാൽ ജീവിക്കുമോ? അങ്ങനെ ആയാൽ ആ ദേശത്ത് മരിക്കുന്നവരെ എല്ലാം ഇവിടെ കൊണ്ടിട്ടാൽ ജീവിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഖബറടക്കത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ വിശുദ്ധന്മാരുടെ അസ്ഥികളിൽ അല്ലെങ്കിൽ അവരുടെ ഖബറുകളിൽ മുട്ടിച്ചാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ പഴയ നിയമകാലത്തെ വിശുദ്ധന്മാരെക്കാൾ കുറെ കൂടെ ശക്തി കൂടിയവരായിട്ടല്ലേ പുതിയ നിയമ വിശുദ്ധന്മാരെ കണക്കാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ നമ്മുടെ പക്കലും ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലേ? ഇടക്കെട്ടുകൾ, അസ്ഥികഷ്ണങ്ങളൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയിൽ രോഗികളാകുന്നവരെ ഈ വിശുദ്ധ വസ്തുക്കളുമായി ഒന്ന് സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ അനുവദിച്ചാൽ പോരെ? അനേകം സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പാടില്ലേ? അനേകരെ കല്ലറയിലേക്ക് വിടാതെ അവരെ ജീവിപ്പിച്ചെടുത്തുകൂടെ? എന്നിങ്ങനെ വെറും പ്രായോഗികമായ ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ മൗനമായി. ഒരു ഞാൻ തന്നെ പറഞ്ഞു, അവിടെ നടന്നത് സ്വാഭാവികമായ ഒരു അത്ഭുതമല്ല, ദൈവം ചെയ്ത ഒരു ഒറ്റപ്പെട്ട അത്ഭുതമാണ്. ഒറ്റപ്പെട്ട അത്ഭുതങ്ങൾ ദൈവം പലപ്പോഴും ചെയ്യും. പക്ഷെ അത് നിയമമല്ല, നോട്ട് ലോ ബട്ട് എക്സെപ്ഷൻ. ദൈവം ഒറ്റപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നതാണ്. ആ സമയത്ത് എൻ്റെ അഭിവന്യ ഗുരുഭൂതനായിരുന്ന ഇന്ന് ഒരു മെത്രാപ്പൊലീത്തയായി അറിയപ്പെടുന്ന ലോക പ്രശസ്ത പണ്ഡിതനും വിഖ്യാതനുമായ അന്ന് എം വി ജോർജ് അച്ഛനായി അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഗിവർഗീസ് ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത അറിയാനായിട്ട് അദ്ദേഹം ഒരു ഒറ്റ അക്ഷരം എൻ്റെ നേരെ ഉയരാടി മുഴുവൻ സമയവും കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം ഒന്നും മറുപടി പറയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കും വേദന തോന്നി. ഞാൻ ബാബാ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, ഈ ജോർജ് അച്ഛനുമൊക്കെയാണ് വിശുദ്ധന്മാരുടെ അസ്ഥികൾക്ക് ഒരു പ്രാധാന്യവുമില്ലെന്ന് ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചത്. ഉടനെ എം വി ജോർജ് അച്ഛൻ നിസ്സഹായനായിട്ട് എന്നെ നോക്കി, എല്ലാവരെയും നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ശരിയാണ് തിരുമേനി, ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ ഒരിക്കൽ പഠിപ്പിച്ചതാണ്. എന്നാൽ കുറച്ച് ബുക്സ് വായിച്ചപ്പോഴാണ് ഇതിനകത്തൊക്കെ അല്പം ശക്തി ഉണ്ടെന്ന് എനിക്ക് ഒടുവിൽ മനസ്സിലായത് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ആ ഭാഗം അവസാനിപ്പിച്ചു. വിശുദ്ധന്മാര് ഇങ്ങനെ യാത്ര ചെയ്യുമെന്നും ഗീവർഗീസ് എന്ന പേരുള്ളതായ ഒരു പുണ്യവാളൻ കുതിരയുടെ പുറത്ത് കയറി ഇപ്പോഴും യാത്ര ചെയ്യുന്നുവെന്നും ഒക്കെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഞാൻ എൻ്റെ ആ വാദങ്ങൾ അങ്ങോട്ട് നിരത്തി വെച്ചു. ഞാൻ ചോദിച്ചു, ഗീവർഗീസ് പുണ്യവാളൻ അന്ന് കുതിരപ്പുറത്ത് സഞ്ചരിച്ചെന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം, എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ടും കുതിരപ്പുറത്താണോ സഞ്ചരിക്കുന്നത്? ഗീവർഗീസ് പുണ്യവാളന്റെ ആത്മാവ് കുതിരയുടെ ജീവന്റെ പുറത്താണോ സഞ്ചരിക്കുന്നത്? യുക്തിക്ക് പോലും ചേരാത്ത ഈ കാര്യങ്ങൾ എങ്ങനെ അതെ അംഗീകരിക്കും? പ്രിയരെ, ഞാൻ നേരായ ഭാഷയിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നും തോന്നരുത്. ഈ എൻ്റെ ചോദ്യത്തിന് ബാബാ തിരുമേനി തന്ന മറുപടി നിങ്ങൾക്ക് കേൾക്കണം. എടോ, ആ ഗീവർഗീസിന്റെ പേരിൽ ആരെങ്കിലും അല്പം അപ്പോ ഇറച്ചിയും തിന്നുന്നെങ്കിൽ തനിക്കെന്താണോ അവരോട് ഇത്ര കൊതിക്കുന്നു? പാവങ്ങൾ തിന്നോട്ടോ.
ഇതാ എനിക്കുള്ള മറുപടി. ഞാൻ സത്യത്തിന് വേണ്ടി ദാഹിച്ച്, ഞാൻ സ്ക്രിപ്ചറൽ ആൻസർ, തിയോളജിക്കൽ ആൻസർ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന മറുപടി ഇങ്ങനെ വീട്ടമ്മമാരുടെ ഭാഷയിലുള്ള മറുപടിയാണ്. ഒരു 30ഓളം ചോദ്യങ്ങൾക്ക് ഇങ്ങനെ 30ഓളം മറുപടികൾ. എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുവാൻ തുടങ്ങി. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ആ അരമനയുടെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നതായ സമയത്ത് എന്നെ 4 വർഷം സുറിയാനി ഭാഷ പഠിപ്പിച്ച അത് കൊച്ചി ഇടവകയുടെ മെത്രാപ്പോലിത്തയായി അടുത്ത സമയത്ത് മരിച്ചുപോയ സെവേറിയോസ് എന്ന് പറയുന്ന ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന വൈദികൻ, അന്ന് അദ്ദേഹം ഒരു റംബാനൻ, മെത്രാനാകാൻ വേണ്ടി അവരോധിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം അവിടെ ഞാനിങ്ങനെ മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്, ഞങ്ങളുടെ കൂടെ നിൽക്കണം, കൂടെ ഇവിടെ വരണം, നമ്മൾ തമ്മിൽ സമ്പർക്കത്തിലിരിക്കണം, അകന്നു പോകുന്നതോറും അകലം വർദ്ധിക്കുകയാണ് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. എന്നെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നും പറയാൻ കഴിയാതെ ഞാൻ അവിടെ വിങ്ങിപ്പൊട്ടി നിന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി. അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരന്മാരോടുകൂടി ഞാൻ തിരിച്ചു. തുടർന്നുള്ളതായ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തു. ഉപവസിച്ച് തലകറങ്ങി പോയ സമയങ്ങൾ വരെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ആത്മീയഗോളത്തിലെ ഒരു യുക്തിവാദിയും കൂടി. എന്തെങ്കിലും വിശ്വസിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നവന്. എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു കേട്ടാൽ, പ്രത്യേകിച്ച് ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടാൽ ഞാൻ ഓടിയെത്തുന്നവനായി. പഴമ പറയാൻ വളരെ സമയമില്ല. എവിടെയെങ്കിലും ഒരു പുസ്തകം വന്നിട്ടുണ്ടെന്ന് കേട്ടാൽ അത് വാങ്ങിക്കുവാൻ വേണ്ടി ഞാൻ ഓടുന്നവനായി. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു ചെറിയ ബാലനായിരിക്കുന്ന സമയത്ത്, കുറെ വർഷങ്ങൾക്ക് പിറകിലാണ്, അന്നൊരു പള്ളി പെരുന്നാളിന് അതെ എൻ്റെ മാതാവ് എനിക്ക് ഒരു നാണയത്തൂട്ട് തന്നു. അന്നത് അല്പം മതിയായിരുന്നു, വളരെയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവരുടെ കയ്യിൽ കിട്ടുന്ന നാണയത്തുട്ടുകളുമായിട്ട് ചായക്കടകളുടെ മുമ്പിലും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവന്റെ മുമ്പിലും മരണക്കിണറുകാരൻ്റെ അടുക്കലും ഒക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ മണിക്കൂറുകൾ അവിടെ പുസ്തകം വിൽക്കുന്ന ഒരാളുടെ കടയുടെ മുമ്പിൽ നിന്നു. എൻ്റെ നിൽപ്പ് കണ്ടിട്ട് അയാളെന്നോട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് എന്ത് വേണം? ഞാൻ കുറച്ചു നേരം ആലോചിച്ച് അയാളോട് പറഞ്ഞു, എല്ലാവരും പുസ്തകം എടുത്തേച്ച് അതിൻ്റെ വില ചോദിച്ച് ആ വില അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ കാശായിട്ട് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതിന് പറ്റുന്ന ഒരു പുസ്തകം തരാമോ? ലോകത്തിൽ എന്നെ പോലെ ബോഷനായ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഉണ്ടായിക്കാണുക. പക്ഷേ അത് എനിക്ക് സത്യം അറിയാനുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു അങ്കുരമാണ്. എനിക്ക് ലഭിക്കുന്ന പുസ്തകങ്ങളൊക്കെയും ഞാൻ ആർത്തിയോടെ വാങ്ങിക്കുകയും, എനിക്ക് തോന്നുന്നു ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ള പണത്തിൻ്റെ കൂടുതൽ ഭാഗവും ഞാൻ പുസ്തകം വാങ്ങിക്കാനായിട്ട് ഉപയോഗിച്ച് കാണുന്നു. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച്, ദൈവമേ എന്നെ സത്യം അറിയിക്കണമേ, ഞാൻ ദൈവവചനം ക്രിസ്ത്യാനിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കുന്ന വേദപുസ്തകം ഞാൻ ആത്മാർത്ഥമായി പരിശോധിച്ചു. ചെറുപ്പം മുതലേ ഞാനിത് വായിക്കുന്നവനായിരുന്നു, അതും എനിക്ക് നന്നായി. ഇത് വായിക്കുന്നവരെ നിങ്ങളും ഭാഗ്യശാലികൾ, ഇത് അടച്ചു വെച്ചിരിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യദോഷികൾ, ഇതിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരെ നിങ്ങൾ കർമ്മദോഷികൾ, ഇതിനോട് അടുത്തിരിക്കുന്നത് നല്ലത്. ഈ ദൈവത്തിന്റെ പുസ്തകമാണ് വാസ്തവത്തിൽ എന്റെ സെർച്ച് ലൈറ്റ് ആയിട്ട് എനിക്ക് തീർന്നത്. പിന്നെ വിശുദ്ധന്മാർ എഴുതിയ പെട്രിസ്റ്റിക്സ് എന്ന് പറയും, പിതാക്കന്മാരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ അത് ഞാൻ വായിക്കുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയട്ടെ, വളരെ പറയുവാൻ സമയമില്ലല്ലോ. ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് കോട്ടയത്തിനടുത്ത്
കോട്ടയം ടൗണില് ജെറൂസലേം പള്ളി എന്ന് പറയുന്ന മാർത്തോമാക്കാരുടെ ഒരു വലിയ പള്ളിയുണ്ട്. ഇന്നത്തെ പ്രസംഗം മുഴുവൻ സാക്ഷ്യമായിട്ട് പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിൽ സന്തോഷമുള്ള ഒരു കൈകളെ നിർത്തിക്കാണ്. പ്രസംഗം പറയാൻ ധാരാളം കർത്താവിന്റെ ദാസന്മാരുണ്ട്. അതെ, ആ യെരുശലേം പള്ളിയിലുള്ള കുറച്ച് മാർത്തോമാക്കാരായ സഹോദരന്മാര്, ചെറുപ്പക്കാര്, അവരവരുടെ പട്ടക്കാരനെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്നാനം എന്ന് പറയുന്ന വിഷയം ഈ നാടുകളിൽ നമ്മുടെ ഇടയിൽ ഒരു വിവാദ വിഷയമായിരിക്കുകയാണല്ലോ. നിങ്ങൾ അച്ഛന്മാരൊക്കെ പറയുന്നു വിശ്വാസസ്നാനം തെറ്റാണ്, ശിശുസ്നാനമാണ് ശരി. പാസ്റ്റർമാരും ഉപദേശമാരും ഒക്കെ പറയുന്നു ശിശുസ്നാനം തെറ്റാണ്, വിശ്വാസസ്നാനമാണ് ശരി. ഇതിന്റെ നടുവിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കിടന്ന് വിഷമിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്ന് കൂട്ടിമുട്ടിച്ച് ഇതിന്റെ നടുവിൽ നിന്ന് സത്യം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ യെരുശലേം പള്ളിയിലുള്ള കുറച്ച് ചെറുപ്പക്കാരെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അച്ഛന്മാർക്ക് അവരെ അത് ശാന്തമാക്കാൻ കഴിയാതെ വന്നപ്പോൾ അവസാനം ഈ ചെറുപ്പക്കാരുടെ താല്പര്യം ഈ അച്ഛന്മാര് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളുടെ സഭയിൽ അന്നിരുന്ന പാസ്റ്ററെ ഈ വിവരം അറിയിച്ചു. പറയട്ടെ, അങ്ങനെ രണ്ട് ഭാഗത്തുമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം ആ യെരുശലേം പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് ഇതുപോലെ മൈക്ക് അറേഞ്ച് ചെയ്ത് 100 കണക്കിന് ആളുകൾ ഇത് കേട്ടറിഞ്ഞ് അനേകം പാസ്റ്റേഴ്സ്, എണ്ണപ്പെട്ട പാസ്റ്റേഴ്സ്, വേർപാട് സഭയിലെ ബ്രദർ MM സക്കറിയ തുടങ്ങിയ പ്രസംഗകരൊക്കെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 7-8 അച്ഛന്മാർ, കത്തോലിക്ക വടവാതൂർ അപ്പസ്തോലിക് സെമിനാരിയിലെ പ്രൊഫസറായിരിക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു അച്ഛൻ. ബാക്കിയുള്ള അച്ഛന്മാരൊക്കെയും മാർത്തോമാ സഭയെ മറ്റും പ്രതിനിധീകരിക്കുന്ന അച്ഛന്മാരാണ്. വിശ്വാസസ്നാനത്തിൽ പ്രസംഗിക്കാൻ എന്നെയും പാസ്റ്റർ PM സക്കറിയ എന്ന് പറഞ്ഞ ദൈവദാസനെയും വിളിച്ചിരുന്നു. തക്ക സമയത്ത് അദ്ദേഹവും വന്നു. JC കുല്ലാമണിൽ എന്ന് പറയുന്ന പണ്ഡിതനായ ഒരു മാർത്തോമാ വൈദികൻ, അദ്ദേഹം ശിശുസ്നാനത്തിന്റെ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം പ്രസംഗിച്ചു. ഒരു മാർത്തോമാ പുരോഹിതൻ അധ്യക്ഷനായിരിക്കും. കുല്ലാമണിൽ അച്ഛൻ്റെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം നല്ല പണ്ഡിതനായ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് പുതിയ നിയമത്തിൽ എവിടെയെല്ലാം സ്നാനപ്പെടുത്തി 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 സ്നാനമേറ്റു സ്നാനമേറ്റു എന്ന് എഴുതിയിരിക്കുന്നുവോ അത് മുഴുവൻ ശിശുക്കളെ സ്നാനപ്പെടുത്തിയതായിട്ട് അദ്ദേഹം വായിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പ്രസംഗം ഉപസംഹരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ആളുകൾ പെന്തക്കോസ്ത് ചേരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് പെണ്ണ് കെട്ടാനും മറ്റേത് അമേരിക്കയ്ക്ക് പോകാനും എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പ്രബന്ധം അവസാനിപ്പിച്ചു. അവസാനം എൻ്റെ ടേണായി. പറയട്ടെ, അതും ഒരു സാക്ഷ്യം. ഞാനങ്ങോട്ട് എഴുന്നേറ്റു. എനിക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മുൻ അറിവ് കർത്താവ് തരാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കറിയാതെ ഇതിങ്ങനെ വരുമെന്ന്. ഞാൻ എൻ്റെ വേദപുസ്തകം അന്ന് എടുത്തില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അതിനു പകരം ഡസൻ കണക്കിന് അത് തടിച്ചതും മെലിഞ്ഞതുമായ പുസ്തകങ്ങൾ ഞാൻ തപ്പിയെടുത്ത് ഒരു വലിയ പെട്ടിക്കകത്താക്കി ഒരു ചുമടായിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി. ആ നാളുകളിലൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ളതായ അതോറിറ്റി ബുക്സ് തുറന്നു വെച്ചുകൊണ്ടായിരുന്നു പ്രസംഗിച്ചിരുന്നത്. കത്തോലിക്കാ സഭയിലെ പണ്ഡിതന്മാർ, യാക്കോബായ സഭയുടെ പണ്ഡിതന്മാർ തുടങ്ങിയ അനേകം ആളുകൾ എഴുതിയതായ പുസ്തകങ്ങൾ ഞാൻ അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ മുമ്പേ പറഞ്ഞ PC എബ്രഹാം എന്ന് പറയുന്ന സഹോദരൻ സ്റ്റേജിൽ എൻ്റെ അടുക്കലുണ്ട്. ഞാൻ പറഞ്ഞു, പാപ്പച്ചൻ സാറേ, ഞാൻ പുസ്തകം ഓരോ പേജ് മറിച്ചു തരും, ആ ഭാഗം എടുത്ത് വായിച്ചോണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വേദപുസ്തകത്തിൽ നിന്ന് വിശ്വാസസ്നാനം പ്രസംഗിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ അതിന് ഒരുമ്പെടുന്നില്ല. കാരണം ആ പ്രമേയം അവതരിപ്പിച്ച് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ ആദ്യമേ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. മാർത്തോമാ സഭയിലെ ഒരു അച്ഛൻ പറഞ്ഞ കാര്യം കേട്ടോണം നിങ്ങൾ. വേദപുസ്തകം കൊണ്ട് ഒരു ഉപദേശം സ്ഥാപിക്കാൻ സാധ്യമല്ല. കാരണം 66 പുസ്തകങ്ങൾ പൂർണ്ണമല്ല. മാർത്തോമാ സഭയ്ക്ക് വേദപുസ്തകത്തിന് വെളിയിലും
ആധികാരിക രേഖകളുണ്ട്. വേദപുസ്തകം കൊണ്ട് മാത്രമല്ല മാർത്തോമാ സഭ ഒരു ഉപദേശം സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, വേദപുസ്തകം ഉപദേശത്തിൻ്റെ ആധാരമല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അതുകൊണ്ട് വിശ്വാസനാനം സ്ഥാപിച്ചാലും അത് ശരിയാകരുതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിലേക്ക് ഇപ്പം ഈ വിഷയത്തിന് വേണ്ടി തിരിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേദപുസ്തകം തുറന്നില്ല. ഞാൻ പട്ടത്വ സഭകളിലെ നേതാക്കന്മാർ ഓരോരുത്തരും കാലാകാലങ്ങളിൽ ചെയ്ത പ്രസ്താവനകൾ ഓരോന്നായിട്ട് എടുത്ത് അങ്ങോട്ട് വായിച്ച് കേൾപ്പിച്ചു. അത് കേൾക്കാൻ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് ഞാൻ ഒന്നിന് രണ്ടും സാമ്പിൾ പറയാം. കത്തോലിക്ക സഭയിലെ കാനോൻ എഴുതിയ തോമസ് അക്വീനാസ്, നിങ്ങൾ കത്തോലിക്ക പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ചോദിക്കണം, തോമസ് അക്വീനാസിന്റെ പേര് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സ്കോളറാണ്. അദ്ദേഹം എഴുതിയ സുമ്മാ തിയോളജിക്ക എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക പേജ് എടുത്തങ്ങോട്ട് കൊടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ക്രിസ്തുമത സ്ഥാപനത്തിന് ശേഷം 12-13 നൂറ്റാണ്ടുകൾ വരെയും വെള്ളത്തിൽ മുക്കിക്കൊണ്ടുള്ള സ്നാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ചില സൗകര്യത്തിന് വേണ്ടി അതിനെ സഭ ഒഴിക്കലോ തളിക്കലോ ആക്കി മാറ്റി. അതങ്ങോട്ട് വായിച്ച ശേഷം അങ്ങോട്ട് വെച്ചു. കത്തോലിക്ക സഭയിലെ വേറെ ഒരു പണ്ഡിതൻ കാർഡിനൽ ഗിബൺസ് അദ്ദേഹത്തിന്റെ ഫെയ്ത്ത് ഓഫ് അവർ ഫാദേഴ്സ് എന്ന് പറയുന്ന പുസ്തകം എടുത്തു കൊടുത്തു. അതിലെ പേജ് ക്രിസ്തുമത സ്ഥാപനത്തിന് ശേഷം 12-13 നൂറ്റാണ്ടുകൾ വരെയും മുങ്ങൽ സ്നാനമായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി സഭ അതിനെ ഒഴിക്കലും തളിക്കലുമാക്കി മാറ്റി. ഇതുപോലെയുള്ള തെളിവുകൾ കൊണ്ട് വായിച്ചു. അതിനുശേഷം ഓർത്തഡോക്സ് സഭയുടെ ഹൂദായ കാനോൻ 2-ാം അധ്യായം, എപ്പിസ്കോപ്പന്മാരെ, വേദം പഠിച്ചവനെ സ്നാനപ്പെടുത്തുവീൻ, അതായത് മുക്കുവീൻ. അങ്ങനെ സ്നാനപ്പെടുത്തുവീനല്ല, സ്നാനപ്പെടുത്തുവീൻ അതായത് മുക്കുവീൻ. അതിൻ്റെ താഴെ ആറോ തൊട്ടിയോ കുഴിയോ ഒന്നുമില്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളമായാലും മതി. ആറോ തൊട്ടിയോ കുഴിയോ ഒന്നുമില്ലെങ്കിൽ ദൈവകൃപയാൽ നോക്കുന്നിടത്ത് എല്ലാമാണ്. ഞങ്ങളുടെ അടുത്ത് ഒരു ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു. അയാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ആയുർവേദത്തിൽ ഈ ചില കഷായങ്ങളൊക്കെ വെക്കുമ്പോൾ ചില കഷായങ്ങൾ ഉണ്ടാക്കാനായിട്ട് ദർഭപ്പുല്ല് വേണം. ദർഭ അതില്ലാതെ വന്നാൽ കറുകപ്പുല്ല് ചേർക്കാമെന്നുണ്ട്. മുട്ടിയ പക്ഷം വൈക്കോലുമെന്നുണ്ട്. പക്ഷേ ദർഭപ്പുല്ല് മുമ്പിൽ ഇരിക്കുമ്പോഴും കച്ചിയാ ചേർക്കുള്ളൂ എന്ന് ശടിച്ചാലോ. അതുപോലെയാണ് ആറോ തൊട്ടിയോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളം മതി എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ആറ്റിൽ ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. ഇതൊക്കെ ഞാനങ്ങോട്ട് വായിച്ചു കഴിഞ്ഞു. അടുത്തത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പിന്മാറ്റക്കാരായ വല്ല ബെന്തിക്കോസുകാരും ഉണ്ടെങ്കിൽ അവർ ദുഃഖിക്കേണ്ടി വരും. കാരണം ഹൂദായക്കാരൻ 2-ാം അധ്യായത്തിൽ താഴേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, സ്നാനപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ മോതിരങ്ങൾ ആദിയായ ആഭരണങ്ങളെല്ലാം നീക്കം ചെയ്യണം. യാക്കോബക്കാരന്റെ അത്രയും ദർശനമില്ലേ ബെന്തിക്കോസുകാരാ? ദൈവത്തിന് സ്ത്രീകൾ മുടി അഴിച്ചിട്ടുകൊണ്ട് മുങ്ങണം. വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ശുശ്രൂഷക്കാരത്തി സ്ത്രീയെ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞു. പ്രിയരെ, എല്ലാം പറയാൻ സമയമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാധാരണയായിട്ട് നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, സ്നാനം 2 വിധത്തിലാണ്. ശിശുക്കളുടെ സ്നാനം, പ്രായമുള്ളവരുടെ സ്നാനം. 2 സ്നാനവിധങ്ങൾ വേറെയും പലതുണ്ട്. കത്തോലിക്ക സഭയിൽ വേറൊരു സ്നാനമുണ്ട്. ഹോസ്പിറ്റലിലെങ്ങാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനനവേളയിൽ തന്നെ മരിക്കാനിട വരികയാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു മിഡ് വൈഫ്, അവൾ ക്രിസ്ത്യാനി പോലും ആയിരിക്കണമെന്നില്ല, ഹിന്ദുവോ ആരെങ്കിലും ആണ്, ആ സ്ത്രീ ഒരു കൈ വെള്ളമെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിന്റെ മേൽ തളിച്ചാൽ ആ സ്നാനം വാലിട. ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള സ്നാനവിധങ്ങൾ തപ്പിയാൽ വേറെ അനവധി കിട്ടും. അതുകൊണ്ട് സ്നാനവിധങ്ങൾ രണ്ടേ ഉള്ളെന്ന് ആരും ധരിക്കരുത്. പക്ഷേ ഈ വൈവിധ്യങ്ങൾക്ക് നടുവിൽ നിന്ന് സത്യം കണ്ടെത്തേണമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രതിവാദം അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു. ഇന്നേക്ക് ഒരു 20 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രസംഗം നടന്നത്. നിങ്ങൾ ഓർക്കണം, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയ്ക്ക് പോകാനായിട്ടല്ല ഞാൻ വിശ്വാസനാനം ഏറ്റത്, പെണ്ണ് കെട്ടാനായിട്ടുമല്ല. ഇതിനു മുമ്പേ ഞാൻ പെണ്ണ് കെട്ടിയതുമായിരുന്നു. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഞാനിത്. അപ്പോൾ അവിടെ കേൾവിക്കാരായിരുന്ന ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യം ഇതാണ്: സ്നാനത്തിന് മറുപടി പറഞ്ഞ അദ്ദേഹം ഒരു ബന്ധുക്കോസുകാരനാണെന്ന് അഭിമാനിക്കുന്നു, പക്ഷേ വേദപുസ്തകത്തിൽ നിന്ന് ഒരൊറ്റ തെളിവ് പോലും പറഞ്ഞില്ല. അധ്യക്ഷൻ എന്നെ വിളിച്ചു, മറുപടി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു മറുപടി ഒരു തെളിവ് പറഞ്ഞില്ല. കാരണം ഈ പ്രമേയം അവതരിപ്പിച്ച അദ്ദേഹം വേദപുസ്തകം അപൂർണമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപൂർണമായ ഒരു ആധാരം ഉപയോഗിച്ച് ഒരാശയം സ്ഥാപിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. സ്ഥാപിച്ചാലും അപൂർണമാണെന്ന് അദ്ദേഹം പറയും. ഇടയ്ക്കൊരു ഫലിതം ഞാൻ പറയട്ടെ. ഒരിക്കലും ഒരു വൈദികനടുത്ത് പ്രസംഗിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് വ്യക്തമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്നൊരു വൈദികൻ പ്രസംഗിച്ചു. കേൾവിക്കാരോ യോഗം കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, വേദപുസ്തകത്തിൽ ഒരു പുസ്തകം കിട്ടാനുണ്ട്, അതിലുണ്ട്. അതുകൊണ്ട് വ്യക്തമല്ലാത്ത പുസ്തകത്തിൽ നിന്ന് തെളിവെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു. വ്യക്തമായി നഗ്നമായി പൂർവ്വപിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന ആധികാരിക ആധാര രേഖകൾ ഞാൻ വായിച്ചു കേട്ടു. അതിന്റെ മുമ്പിൽ കണ്ണടച്ചു. ഞാൻ പറഞ്ഞു, മാർത്തോമായിലെ ഒരു വൈദികനല്ലേ ഇവിടെ പ്രസംഗിച്ചത്, അത് വേദപുസ്തകം അപൂർണമാണ്. ഇത്രയും ഞാൻ പറഞ്ഞുടനെ ദൈവം പ്രവർത്തിച്ച ഒരു കാര്യം കേൾക്കണോ? അധ്യക്ഷനായിരുന്ന പ്രായവും പക്വതയുള്ള ഒരു മാർത്തോമാ അച്ഛൻ എൻ്റെ ഈ വാക്കുകൾക്ക് മുമ്പിൽ ദുഃഖിതനായിട്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മാർത്തോമാ സഭയ്ക്ക് 66 പുസ്തകമല്ലാതെ വേറെ ഒരു ആധാരവും. ഞാൻ പറഞ്ഞ അച്ഛോ, നിങ്ങൾ തമ്മിൽ തീർക്ക്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. സഭ കലുഷമായി, അവിടെ കൂടി ആളുകളെല്ലാം വലിയ ആരവം ഉണ്ടാക്കി. അധ്യക്ഷൻ എന്നോട് പറഞ്ഞു, എങ്ങനെങ്കിലും ഇവരെ ഒന്ന് ശാന്തമാക്കാൻ പറ്റും. ഞാൻ ആ വന്നുകൂടി ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ശാന്തമായിരിക്കണം. കാരണം ഇവിടെ ആരെയും തോൽപ്പിക്കുന്ന കാര്യമൊന്നും അല്ല നടന്നത്. ഇവിടെ അവരവർ സത്യമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അറിയിക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ സത്യസ്ഥിതി നിങ്ങളെ അറിയിച്ചു, പ്രതിവാദവും അത് കേട്ടു. ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളീൻ എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ പിരിച്ചുവിട്ടു. ഞാൻ എന്തിന് ഇത്രയും വിസ്തരിച്ചെന്ന് ചോദിച്ചാൽ, ഇത് അഗ്രിപ്പാസ് രാജാവിനോട് പൗലോസ് പറഞ്ഞ പോലെ ഒരു കോണിൽ നടന്നാൽ, ഇത് രഹസ്യത്തിൽ നടന്നാൽ, ഇത് ആരും അറിയാതെ പോയി മുങ്ങിയത്, ലോകസമക്ഷം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത് പരസ്യമായി പെരുമ്പറ അടിച്ചിട്ട് ചെയ്ത ഒരു സംഭവം. എന്നോടുകൂടി സന്തോഷിക്കുന്ന ഒരു കർത്താവിനെ സ്തുതിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു അല്പം അഡ്വാൻസ് ആയിട്ട് കയറി പറഞ്ഞാണ്. അതിന് മുമ്പേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല. എനിക്ക് കർത്താവ് തന്ന ബോധ്യമനുസരിച്ച് 1966 ഓഗസ്റ്റ് മാസം 3-ാം തീയതി മണിമലയാറ്റിൽ വെണ്ണിക്കുളത്തിനടുത്ത് പോച്ചിമാരുടെ വീടിന് മുമ്പിലുള്ള ഒരു കടവിൽ, ഇല്ലത്ത് കടവെന്ന് പേരുള്ള ഒരു കടവിൽ, രാവിലെ കൗങ്ങുംപ്രകാർ ജോർജ് സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകനും സുവിശേഷകനുമായി പ്രവർത്തിക്കുന്ന, എനിക്ക് സ്നേഹമുള്ള, ജീവിത വിശുദ്ധിയൊക്കെ ഉള്ള ഒരു ദൈവദാസൻ, അത്രയേറെ പ്രഗത്ഭനൊന്നും ആയിരിക്കണമെന്ന് എനിക്കില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് ജീവിക്കുന്ന ഒരു ദൈവദാസൻ എന്നെ സ്നാനപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ സ്നാനമേറ്റ ഉടനെ ആദ്യം പോയി കണ്ടത് പാസ്റ്റർ കെ എബ്രഹാം അവർകളെയാണ്, കുമ്പനാട്ട്. അദ്ദേഹത്തിൻ്റെ ചെവിയിലായി ഈ വിവരം ആദ്യം പറഞ്ഞു. അദ്ദേഹം ഒറ്റ ചാട്ടത്തിന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഞാൻ വന്ന് പറയട്ടെ പ്രിയരെ,
ഇതൊക്കെ എളുപ്പം പറയാൻ സാധിക്കും, പക്ഷെ വീട്ടിലോട്ട് ചെല്ലാനാ പ്രയാസം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വെള്ളത്തിൽ മുങ്ങാൻ ഒരു പ്രയാസവും ഇല്ല. വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളവർക്കറിയാം എത്ര ഈസി ആയിട്ടാണ് താഴ്ന്നതെന്നറിയാം. അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അതിൻ്റെ അനന്തര ഫലങ്ങളെ നേരിടുകയാണ് പ്രശ്നം. ഞാൻ കങ്ങഴ ചേറ്റേടം പള്ളി, സെന്റ് മേരീസ് പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് ഒടുവിൽ ചൊല്ലിയത്. അവിടെ ആയിരിക്കുമ്പോൾ ഞാനൊരു 3 മാസത്തെ അവധി മനഃപൂർവ്വം എടുത്തു. നിയമം അറിയാവുന്നവർക്കറിയാം, അവധിയൊന്നും അങ്ങനെ എടുക്കാൻ ഒക്കുകയില്ല, അവധി ചോദിക്കാനേ അവകാശമുള്ളൂ. ഞാൻ കയറി അങ്ങ് എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ 3 മാസത്തിൻ്റെ കാലാവധിക്കുള്ളിൽ അത് കാര്യങ്ങളെല്ലാം നടക്കുകയും കാര്യങ്ങളൊക്കെ ശാന്തമായി കൊള്ളുകയും ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഞാൻ വിശ്വാസനാണ് ഏറ്റിട്ട് പിന്നെ ഞാൻ ഒരല്പം ഒതുക്കത്തിൽ, അല്പം ഭാരത്തിൽ ഇങ്ങനെ ജീവിച്ചു. ആദ്യം കുറച്ച് നാൾ എൻ്റെ കുപ്പായമൊക്കെ ഞാൻ ഇട്ടോട് നടന്നു. പ്രൈസ് ദി ലോർഡ്. ആ നാളുകളിൽ ഒരുപാട് ചോദ്യങ്ങളും അത് ഒക്കെ അതിൻ്റെ പേരിൽ ഉണ്ടായി. ഒരിക്കലും ഒരു മർത്തോമായിലെ ഒരു വല്യപ്പച്ചൻ വഴിക്ക് വെച്ച് എന്നോട് പറഞ്ഞു, ഈ കുപ്പായം നീ തരണമെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ തരികയില്ല, ഇത് യാക്കോബക്കാരുടെ കുപ്പായമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ അത് കുറച്ച് നാളിങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷ പര്യടനത്തിന് പോയപ്പോൾ ജാംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ച് ഞാനൊരു സഹോദരൻ്റെ വീട്ടിൽ പാർക്കുമ്പോൾ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു, ഇനിയും സാക്ഷ്യത്തിന് വേണ്ടി ഇത് കുറച്ച് നാളിട്ടു, അത് മതി, ഇനി ഇത് നീക്കിക്കളയണമെന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തോട് മന്ത്രിച്ചു. ഞാൻ അന്ന് അവിടെ വെച്ച് ഇത് മാറ്റി മനുഷ്യൻ്റെ വേഷം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അത് ആവർത്തിക്കുവാൻ എനിക്കിടയായി തീർന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പറയട്ടെ, ഞാൻ സ്നാനമേറ്റതിന് ശേഷം ദൈവത്തോട് എൻ്റെ അടുത്ത പ്രാർത്ഥന, ഞാൻ ലോകത്തെ മുഴുവൻ ഞാൻ അഭിമുഖീകരിക്കാം, എന്നാൽ ഞാൻ കുടുംബത്തിലോട്ട് ചെല്ലുമ്പോൾ, ഞാൻ മാതാപിതാക്കൾക്ക് ഒരു മകനാണ്, എനിക്ക് 4 സഹോദരിമാരുണ്ട്, അവരെല്ലാം കല്യാണം കഴിച്ചു വിട്ടതാണ്. പക്ഷേ ആറ്റുനോറ്റിരുന്ന് ജനിച്ചതാണ് ഞാൻ. എൻ്റെ മൂത്ത 3 സഹോദരിമാരുണ്ട്. ഈ ഇവിടെ ഇരിക്കുന്ന അമ്മപെങ്ങന്മാർക്കറിയാം, അടുപ്പിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് 3 കുഞ്ഞുങ്ങൾ പെണ്ണുങ്ങളായിട്ട് തന്നെ വീട്ടിൽ ജനിക്കുമ്പോൾ അമ്മമാർക്ക് കുറച്ച് ദുഃഖമുണ്ട്. അങ്ങനെയായിട്ട് എൻ്റെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, 4ാമത്തേത് ഒരു പുരുഷപ്രജയായിരിക്കുമെങ്കിൽ അവന് തിരുനാമ മഹത്വത്തിന് വേണ്ടി നൽകാമെന്ന് എൻ്റെ അമ്മ ദൈവത്തിന് നേർച്ച നേർന്നു. ഇത് 100 കണക്കിന് പ്രാവശ്യം വീട്ടിൽ എൻ്റെ കാതുകൾ കേൾക്കാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസനാൻ ഏറ്റെടുത്ത് ഒരു ദിവസം വീട്ടിലോട്ട് കയറി ചെന്നത്. ആദ്യത്തെ നിമിഷം എന്തായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കറിയാം ആദ്യത്തെ നിമിഷം എങ്ങനെ ഇരിക്കും, 2ാമത്തെ ഞാൻ അഭിമുഖിച്ചോളാം. ആദ്യത്തേതാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാനിങ്ങോട്ട് കയറി ചെന്നപ്പോൾ എൻ്റെ പ്രിയ മാതാവ് ഇറങ്ങി വന്നു. എങ്ങനെയോ എനിക്കറിയത്തില്ല, മാലാക പറഞ്ഞതാണോ പിശാച് പറഞ്ഞതാണോ അറിയില്ല, എൻ്റെ അമ്മ ഈ വിവരമാണ്. ചെന്നപാടെ എന്നോട് ചോദിച്ചു, സ്നാനമേറ്റെന്ന് കേട്ടു, ശരിയാണോ? ഞാനൊരു അല്പം വാടിയ മുഖത്തോടെ പറഞ്ഞു, ശരിയാണ്. എന്താ? ഉടനെ പറഞ്ഞു, ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ദൈവത്തെ അനുസരിക്കുവാൻ അറച്ചു നിൽക്കുന്നവരെ, ഭവിഷ്യത്തുകളെ ഭയക്കുന്നവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നേരായി മുന്നോട്ട് പോകുമെങ്കിൽ നിങ്ങളുടെ നേരെ കൊടുങ്കാറ്റ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അതിനെ ഒരു ഇളം കാറ്റായിട്ട് മാറ്റുവാൻ എങ്കിലും പറയട്ടെ, നിശബ്ദ വേദനകൾ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ദുഃഖമുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ദുഃഖമുണ്ടായിരുന്നു, എൻ്റെ പിതാവ് അപ്പോൾ രോഗക്കിടക്കയിലുമായിരുന്നു, സാമ്പത്തികമായിട്ട് അത്ര മെച്ചമല്ലാത്തൊരവസ്ഥയിലുമായിരുന്നു അന്ന് ഞങ്ങൾ. ചില ആളുകളൊക്കെ വന്ന് പറഞ്ഞു, ആകപ്പാടെ കുറച്ച് ശമ്പളം പള്ളിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു, അതും നശിപ്പിച്ചു. ഒരു വല്യപ്പച്ചൻ വന്ന് എൻ്റെ അമ്മ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു, ഒരു ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു, അതും നശിപ്പിച്ചു, ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവിക്കുമെന്ന്. ആ അപ്പച്ചൻ മരിച്ചുപോയി, ഞാനിപ്പോഴും ഉണ്ട്. പൈസലോ, ദൈവത്തെ അനുസരിക്കാൻ ഇറങ്ങിയ ദൈവം ഇതിലെ ജീവിക്കുന്ന കാര്യം നീയാണോ തീരുമാനിക്കുന്നത്? പൈസലോ, പറയട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ദിവസം എൻ്റെ അമ്മ അല്പം ദുഃഖത്തോടുകൂടി എന്നോടൊരു കാര്യം പറഞ്ഞു. ആ വാക്കുകൾ ചിലർക്ക് വേണ്ടി ഞാൻ പറയാം. ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും, അവർ കേൾക്കുക. ഞാനും എൻ്റെ അമ്മയും തന്നെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എങ്കിലും
ഞാൻ ദൈവത്തോട് ഇങ്ങനെയൊന്നും അല്ല ചോദിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അമ്മേ ഇതിനെല്ലാം ഉത്തരവാദി അമ്മ തന്നെ. അമ്മ ഞെട്ടിപ്പോയി. ഞാനോ? അതെ. അതെന്താ അങ്ങനെ ഞാനാകുന്നേ? ഞാൻ പറഞ്ഞു, എന്തുവാ ദൈവത്തോട് പറഞ്ഞത്? ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു മകനെ തന്നാൽ ഞാൻ തിരുനാമോഹത്തിന് വേണ്ടി തരാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാണോ? പറഞ്ഞ. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവരോടൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. കൊള്ളാവുന്ന മാന്യന്മാരോടൊക്കെ വർത്താനം പറയും, സൂക്ഷിച്ച് സംസാരിക്കും. അമ്മ പറഞ്ഞപ്പോഴേ നമ്മൾ രജിസ്റ്ററിൽ എഴുതി. അമ്മ മറന്നു പോയി, പക്ഷെ ദൈവം പറഞ്ഞില്ല. ആ പറഞ്ഞതേ അതിനുശേഷം പറയട്ടെ. ശത്രുവായ സാത്താൻ അനേക നിലകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും എന്നെ ഉപദ്രവിക്കുവാൻ, എൻ്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുവാൻ അവൻ അനേക കൂരമ്പുകൾ, തീയമ്പുകൾ, തന്ത്രങ്ങൾ, ആഗ്നേയ അസ്ത്രങ്ങൾ ഒക്കെ എൻ്റെ നേരെ പ്രയോഗിക്കുവാൻ ശ്രമിച്ചു. വാര്യാപരം യോനാച്ചൻ എന്നറിയപ്പെടുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രാർത്ഥനാപരമുള്ള ഒരു ദൈവത്തിൻ്റെ ദാസൻ ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവനായിട്ട് ഞാനൊരു യോഗത്തിൽ ചെന്നപ്പോൾ എന്നോട് ദൂത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മകനെ, നീ അറിയാതെ നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ വഴിത്താരകളിൽ അനേക പ്രാവശ്യം ദുഷ്ടൻ പതിയിരുന്നിട്ടുണ്ട്. എന്നാൽ നീ അറിയാതെ തന്നെ ഞാൻ അവനെ അവിടെ നിന്ന് പായിച്ചിട്ടുണ്ട്. എനിക്കത് മതി. എനിക്ക് ആരോടും യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. ദൈവം തന്നെ വായിച്ചാൽ മതി. ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുമെങ്കിൽ നിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നവൻ ദൈവമാണ്. അതിനുശേഷം ഞാൻ ഏറ്റെടുത്തതായി ഈ സത്യത്തിന് സാക്ഷിയായി ഞാൻ മുന്നോട്ട് നീങ്ങി. ആ നാളുകളിൽ ഭയമെന്ന് പറഞ്ഞത് എന്താണെന്ന് എൻ്റെ ഉള്ളത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നും അങ്ങനെ വലിയ ഭയമൊന്നുമില്ല ഈ കാര്യത്തിന് വേണ്ടി. പ്രൈസലോ, ദൈവത്തെ ഭയപ്പെടുന്നവന് വേറെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പ്രസംഗിക്കുന്നവനാണ് ഞാൻ. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരുത്തൻ തെരഞ്ഞെടുത്ത മാർഗം സത്യമാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ്? ഞാൻ തെരഞ്ഞെടുത്തത് ദൈവ വഴിയാണെന്നുള്ളതിന്റെ തെളിവെന്താണ്? തെളിവ് പറയാൻ പോകുകയാണ്. വലിയ താമസം കൂടാതെ എൻ്റെ പ്രിയ മാതാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇത് സത്യമാണെന്ന് എനിക്കറിയാം, എനിക്കും സ്നാനമേൽക്കണം. എ.ടി. തോമസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററേ, അമ്മയെ സ്നാനപ്പെടുത്തി കൊടുക്കണം. സ്നാനം കഴിപ്പിച്ചു. എൻ്റെ 4 സഹോദരിമാര് കുടുംബസ്ഥരായി കേരളത്തിലും മലബാറിലും ഒക്കെ ആയിട്ട് 4 സ്ഥലങ്ങളിൽ പാർക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ ഒരു എഴുത്ത് പോലും വായിച്ചില്ല. നിങ്ങൾ ഈ സത്യത്തിലേക്ക് വരണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. 4 കുടുംബങ്ങളിലും ദൈവം പ്രവർത്തിച്ചു. അവരെ 4 പേരെയും ദൈവം പെന്തക്കോസ്താക്കി. എൻ്റെ പിതാവിന് സ്നാനപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. രക്ഷിക്കപ്പെട്ടവനായിട്ട് ആ രോഗത്തോടുകൂടി കടന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഇത് സത്യമാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് ഏക മകളായിരുന്നത് കൊണ്ട് അവരുടെ പ്രേരണയ്ക്ക് അപ്പുറത്ത് കടന്ന് പ്രവർത്തിക്കാൻ ധൈര്യമില്ലായിരുന്നുകൊണ്ട് ദുഃഖത്തോടുകൂടി കുറച്ച് നാളിങ്ങനെ തങ്ങി നിന്നു. ഞാനും വാഗ്വാദത്തിനൊന്നും പോയിട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇത് സത്യമാണ്, ഇത് സ്വീകരിപ്പാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അതും കൃപയാൽ സാധിച്ചു. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവർ 3 പേരും ഈ സത്യത്തെ പിൻപറ്റി. ഇളയ മകൾ ഈ അടുത്ത സമയത്താണ് വിശ്വാസസ്നാനമേറ്റത്. ഏറെക്കുറെ അത്യാവശ്യമായിട്ട് വരേണ്ടവരൊക്കെ വന്നു. അധമമായതൊഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ അവർ നിന്റെ പക്ഷം ചേരും, നീ അവരുടെ പക്ഷം ചേരുകയല്ല. നീ വാലായിട്ട് പുറകെ നടക്കുകയല്ല, നീ തലയായി മുമ്പിൽ പോകും, അവർ വാലായിട്ട് നിന്റെ പിന്നാലെ വരും. ആ നാളുകളിലൊക്കെ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ വൈഫ് അന്ന് സ്നാനപ്പെട്ടിരുന്നില്ല. അന്ന് നമ്മുടെ സഹോദരന്മാരിൽ പലരും മനഃപൂർവ്വമാണോ അതോ നീ പിശാച വലിക്കൂടെ ചോദിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങുമ്പം വന്ന് എന്നോട് ചോദിക്കും, ആര് സ്നാനപ്പെട്ടതാണ്? ഞാൻ പറഞ്ഞല്ല. അപ്പോൾ അന്ന് ഞാൻ പറയുമായിരുന്നു, ഭാര്യ സ്നാനപ്പെട്ട് കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അങ്ങനെ എത്രയോ കുടുംബങ്ങളിലുണ്ട്. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഭാര്യ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഭാര്യയുടെ മാതാപിതാക്കന്മാർ സ്നാനപ്പെട്ടു? അങ്ങനെ ഈ ചോദ്യം കിടക്കും.
ഈ അടുത്ത നാളില് ഞാൻ ഒരാളിനോട് പറഞ്ഞു, എല്ലാവരും സ്നാനപ്പെട്ടെന്ന് വരികയില്ല, നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അനുവദിച്ച് തന്നൊന്നും വരികയില്ല, ഏത് ഭക്തന്റെ ജീവിതത്തിലും സാധിക്കാത്ത ചില കാര്യങ്ങൾ കിടക്കും. അതുകൊണ്ട് അമ്മായിയപ്പനും അമ്മായിയമ്മയും ആ കൂട്ടത്തിൽ കിടന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായി പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ പതിവില്ലാതെ ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ പരിപാടി എന്ന്. ഞാൻ ഒട്ടെങ്ങാണ്ട് വിരുന്ന് പോകാനായിരിക്കും. എന്നോട് പറഞ്ഞു, സ്നാനപ്പെടാൻ പോവാ. ഈ അടുത്ത സമയത്ത് കർത്താവ് അവരുടെ സ്നാനം നിർവഹിച്ചു. ദൈവത്തിന്റെ പൈതലേ, നീ വെള്ളം കണ്ട് അറച്ച്, നീ മനുഷ്യന്റെ ആരവം കേട്ട് പേടിച്ച്, ചുറ്റും ഭീതി എന്ന ആവേശൂർത്തി വരയുടെ വാങ്ങുന്നത് കേട്ട് നടുങ്ങി നീ നിന്നാൽ നീ അവിടെ തന്നെ നിന്ന് അവസാനിച്ചു പോകുകയോ. നീ ദൈവത്തെ വിളിച്ച് മുന്നോട്ടിറങ്ങൂ. ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. അഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ വെല്ലും ഭയപ്പെട്ടില്ല. എന്റെ സാക്ഷ്യത്തിന്റെ ഒടുവിലത്തെ ഒരു ഭാഗം പറയും. ഞാന് പുതുപ്പള്ളിയിലുള്ള ഒരു വീട്ടില് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഞാൻ സ്നാനപ്പെട്ടിട്ട് 3 മാസത്തോളം ആകാൻ പോകുന്നു. വേദപുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പഴയത് കഴിഞ്ഞ് പുതിയത്, ആ സകലവും പുതിയതായി തീർന്നു. എൻ്റെ അനുഭവത്തിൽ നേരെ തിരിച്ചായിരുന്നു, പഴയത് കഴിഞ്ഞു പോയി പുതിയത് ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയൊക്കെ വിട്ടു, പക്ഷേ എങ്ങും ഒരു നിലപാടും ആയിട്ടില്ല. ലോകസമക്ഷം പരസ്യമായി പ്രത്യക്ഷപ്പെടുവാനുള്ള സമയവും എനിക്ക് ആയില്ല. ഞാൻ ഒരളവിൽ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സിയോൻ കാഹളം മാസികയുടെ അന്നത്തെ ഒരു ലക്കം മാസികയുടെ കവർ പേജിൽ എബ്രഹാം എഴുതി, യാക്കോബായ സഭയിലെ ഇന്ന പേരുള്ള ഒരു വൈദികൻ വിശ്വാസ സ്നാനം ഏറ്റിരിക്കുന്നു. ഞാൻ പറയാതിരുന്നാലും ദൈവം അത് പറയിപ്പിക്കും. അത് വായിച്ച് സഭാധികാരികൾക്ക് വ്യക്തമായ തെളിവ് കിട്ടി ഞാൻ സ്നാനമേറ്റുന്നു. അതിന്റെ പിന്നാലെ എന്നെ മുടക്കിക്കൊണ്ട് പള്ളികൾക്കെല്ലാം ഒരു കൽപ്പന അയച്ചു. ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ മണൽകാട്ട് പള്ളിയിൽ 8 നോമ്പ് പെരുന്നാള് സമാപിക്കുന്ന ദിവസം അവിടെ സംബന്ധിച്ച ഒരു സമുദായസ്ഥനായ സ്നേഹിതൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ മുടക്ക് കൽപ്പന ഞാൻ കേട്ടാണ് വരുന്നത്. 10,000-കണക്കിന് ആളുകൾ ഇരുന്ന ഒരു സഭയിൽ താങ്കളുടെ മുടക്ക് കൽപ്പന വായിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ കേൾക്കണം, മുടക്കിനെ കുറിച്ച് വലിയ പേടിയുള്ള ആളുകളൊക്കെ എവിടെ ഇരിപ്പുണ്ട്. മുടക്കെന്ന് കേട്ടാൽ ഉടനെ ഭയപ്പെട്ടു പോകുന്ന ആളുകൾ
സ്നേഹിതന്മാരുണ്ട്, അവരുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. എന്നെ മുടക്കിയ കൽപ്പന വായിച്ചു കേട്ടെന്ന് ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ മറുപടി കേൾക്കണോ? പ്രൈസ് ദി ലോർഡ്. ഇയാളോർത്ത് ഞാൻ ചത്തു വീഴുവോ? ഞാൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞപ്പോൾ ഇയാൾക്ക് വലിയ അമ്പരപ്പായി. ഇയാൾ എന്നോട് ചോദിച്ചു, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് മുടക്കിയ കാര്യം പറഞ്ഞപ്പോൾ എന്തിനാണ് പ്രൈസ് ദി ലോർഡ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ മറുപടി, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഞാൻ അനുഭവിച്ച സത്യം ഈ പറയപ്പെട്ടവരെയൊക്കെ പോയി ഞാൻ അറിയിക്കാന്ന് വെച്ചാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇവരെയെല്ലാം അറിയിക്കാനായിട്ട് ട്രാക്ക് അടിക്കാനുള്ള കാശ് ഇപ്പം എൻ്റെ കയ്യിൽ. അതുകൊണ്ട് എൻ്റെ നിസ്സഹായ സ്ഥിതി കർത്താവ് അറിഞ്ഞ് അവരെ കൊണ്ട് തന്നെ കൽപ്പന എന്നുള്ള പേരിലുള്ള ട്രാക്ക് അടുപ്പിച്ചു. അവർക്ക് വേണ്ടി അത് വായിപ്പിച്ചു. അത് കേട്ടവർക്ക് മനസ്സിലായി വിശ്വാസ സ്നാനം സത്യമാണ്. അത് രണ്ടാം സ്നാനമല്ല, അത് സത്യമായ ഒന്നാം സ്നാനമാണ്. അത് എല്ലാവരും ഏൽക്കുവാൻ ബാധ്യസ്ഥരാണ്. പട്ടക്കാരി പോലും സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. എന്നുള്ള കൂടിയ ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നെന്ന് പറഞ്ഞു. നിങ്ങളെ ആരെങ്കിലും മുടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ റിമൈൻഡർ എഴുതി കൊടുക്കണം, മുടക്ക കൽപ്പന വായിക്കണം. കാരണം അത് കുറച്ചു പേരോട് അറിയുന്നത് നിങ്ങൾക്ക് പ്രയോജനമായി. നിങ്ങളിലുള്ള ഭീരുത്വത്തിന്റെ ആത്മാവിനെ ദൈവം നീക്കിക്കളയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബത്തെക്കുറിച്ചോ എൻ്റെ വിശ്വാസ നിലയെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ കുറേ ദിവസങ്ങൾ ഈ ന്യൂയോർക്കിൽ ഉണ്ടായിരിക്കും. നിശ്ചയമായി നിങ്ങൾ എന്നോട് ചോദിക്കണം. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് തന്ന ഒരു അവസരമാണ്, നിങ്ങൾക്ക് നൽകിയ ഒരു അവസരമാണ്. ഞാനിവിടെ വായിച്ച ടെക്സ്റ്റ് മുഴുവൻ വെറുതെ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഈ ടെക്സ്റ്റ് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങൾ പെന്തിക്കോസ്കാരൊക്കെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്താ ചൊല്ലാത്തത്? നിങ്ങൾ ക്ഷമിക്കണം. ഇന്നത്തെ പെന്തിക്കോസ്കാർ എന്നോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാലോ അവരെന്ത് പറയുമെന്ന് അറിയാമോ? ശരിയാ, ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നീ ദൈവവചനം പഠിക്കണം, നീ പ്രതിപക്ഷത്തിൽ, നീ സത്യത്തിന് വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ അന്ത്യം വരെ സത്യത്തിന് വേണ്ടി നിൽക്കണം. നീ വിരണ്ടോടരുത്. എന്റെ കൂടെ ഇറങ്ങിയ തെങ്ങേലത്തിന് ഓടിപ്പോയെങ്കിലും ഞാൻ നിൽക്കും. അദ്ദേഹത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു ബോധ്യമുണ്ട്, മരിക്കുന്നതിന് മുമ്പേ അലച്ചു വിളിച്ചിഞ്ഞ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാസൻ പറയുന്നു അസ്വസ്ഥത ആരംഭിച്ചിട്ടുണ്ടെന്ന്. ചിക്കാഗോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. കുറച്ചാളുകൾക്കും ഞാൻ വഴി വെച്ച് കണ്ടു. എൻ്റെ കൂടെ ഒരു ദേവദാസൻ പാസ്റ്റർ കൊണ്ട് കടന്നു പോകുന്നു. ഞാൻ വിളിച്ചവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നത്? എന്നോട് പറഞ്ഞു കൃപയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു ശരി, ദൈവം തമ്പുരാൻ കൃപയാ ഉള്ളവനായതുകൊണ്ട് നിൽക്കും. ദൈവജനമേ, ഞാനൊരു മകൽ സത്യം നിങ്ങളോട് പറയാം. ലോർഡ്സ് പ്രയർ എന്ന് വിവക്ഷിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഒരൊറ്റ വാക്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ഞാനൊരു സ്ഥലത്ത് USA ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ വളരെ അഭ്യസ്തവിദ്യനായ ഒരു നല്ല ചെറുപ്പക്കാരൻ, സമുദായ ബന്ധത്തിൽ നിൽക്കുന്ന ഒരു പ്രിയ സ്നേഹിതൻ, നല്ല വിദ്യാഭ്യാസമുള്ളവൻ, യുക്തി ബോധമുള്ളവൻ എൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, മധ്യസ്ഥ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു സഹോദര, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകളുണ്ട്. നിങ്ങൾ എങ്ങനെയുള്ള മധ്യസ്ഥയിലാണ് വിശ്വസിക്കുന്നത്? വൺ വേ ട്രാഫിക് പോലെയല്ലേ? ചില വിശുദ്ധന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെയല്ലേ? അത് ദൈവവചനമല്ല. ഒന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, പൗലോസ്ലീഹായും മറ്റും നല്ല വായനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ശരി, ഞാൻ നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഇടപെടാതെ ഓർക്കുന്നു. പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിച്ചു, പൗലോസ്ലീഹ ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൗലോസിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒന്നാമത്തെ കണ്ടീഷൻ അത് വൺ വേ ട്രാഫിക് അല്ല, മ്യൂച്വൽ ആണ്.
രണ്ടാമത്തേത്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, മരിക്കുന്നത് വരെ. നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത്. അവൻ ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ചു, ഫാദർ forgive. അത് ആദാമ്യ കുലത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥതയായിരുന്നു. അത് പിതാവ് കേട്ടു. അതിന്റെ ഫലമായി ആദാമ്യ പാപം മോചിക്കപ്പെട്ടു. എനിക്ക് നിനക്ക് രക്ഷയുടെ വാതിൽ തുറക്കപ്പെട്ടു. അതിന്റെ ഫലമായി ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്നു. കാൽവരി ക്രൂശോടുകൂടി ആ മധ്യസ്ഥത അവസാനിച്ചു. ഇപ്പോഴും ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് പോയി പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് പോയെന്ന് പ്രാർത്ഥിക്കുന്നത് for the preservation of saints, വിശുദ്ധന്മാരുടെ സൂക്ഷിപ്പിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താൻ വായിച്ച് അടുക്കാറായപ്പോ തന്നെ താൻ എന്റെ ധ്വനി മാറ്റി. താൻ പറഞ്ഞ കേൾക്കണോ, പിതാവേ, ഞാൻ ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിന്റെ വകയായതുകൊണ്ട് അവർക്ക് വേണ്ടി എത്രയോ പ്രാർത്ഥിക്കുന്നത്. അവരെ ഭൂമിയിൽ നിന്നും നീക്കണമെന്നല്ല, ദുഷ്ടൻ അവരെ തൊടാതെ വണ്ണം കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ വൈദ്യലേ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മരണത്തോടു കൂടി മധ്യസ്ഥ പ്രാർത്ഥന അവസാനിക്കും. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഒരു സഹോദരനായ ബി എ തോമസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരിക്കൽ കൂടെ ആ ദൈവത്തിന്റെ ആസനെ ഞാൻ ഓർക്കട്ടെ. അദ്ദേഹം പ്രസംഗിക്കാൻ പറയും, പരിജ്ഞാനമില്ലാത്ത ഒരു വല്യപ്പച്ചൻ വാഴക്കൃഷിക്ക് വേണ്ടി കമ്പോസ്റ്റ് വളം വാങ്ങിച്ചു വെച്ചു. കുറച്ച് വാഴയ്ക്കെല്ലാം ഇട്ടു, കുറച്ച് പൊടി മിച്ചം ഉണ്ടായിരുന്നു. പിള്ളേർ ഒരു ദിവസം ഈ അപ്പച്ചനോട് ഈ വിവരം പറഞ്ഞോണ്ടേ അപ്പച്ചൻ പറഞ്ഞു, വെട്ടിയ വാഴയാണെങ്കിലും ഇട്ടേത് ഉച്ചവരെയാണെങ്കിലും ഉണ്ടാകട്ടെ. വെട്ടിയ വാഴയുടെ മാണത്തിന്റെ മുകളിൽ ബാക്കിയിരിക്കുന്ന കമ്പോസ്റ്റ് വളം ഇട്ടേക്കാൻ കൊച്ചുകൊലയാണെങ്കിൽ ആർക്ക് രേഖ മതി, വലിയ കൊല വേണമെന്നില്ല. പക്ഷേ വല്യപ്പച്ച ഒരു കൊല വെട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ വളം പദ്ധതിയാണ് ശരിയാകില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഞങ്ങളാരും പ്രസംഗിച്ചാൽ മനസ്സിലാകാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നു. സ്വർഗത്തിലെ ദൂതം എന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. യേശു പറയുന്നെങ്കിലും നിങ്ങൾ വിശ്വസിക്കും. കർത്താവായ യേശു മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും ആധികാരികമായ രേഖ ധനവാനും ലാസറും രണ്ടുപേര് മരിച്ചു. ഒരുത്തൻ ഹേഡീസിലേക്ക് പോയി, മറ്റവൻ ഷിയോളിലേക്ക് പോയി. സ്വർഗവുമല്ല നരകവുമല്ല, സ്വർഗത്തിനും നരകത്തിനും മുമ്പുള്ള സ്ഥലം. അതിൽ ഷിയോളിൽ കിടക്കുന്ന ആള് ഹേഡീസിലേക്ക് നോക്കിക്കൊണ്ട് അബ്രഹാം പിതാവിനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവൻ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ധനവാൻ. അവിടെ ചെന്ന് രണ്ട് പ്രാർത്ഥന നടത്തി, രണ്ടും ദൈവമേ നല്ലായിരുന്നു. അബ്രഹാം പിതാവേ, നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നീ വിശുദ്ധന്മാരുടെയും ദൂതന്മാരുടെയും പേര് പറഞ്ഞു നടന്നാലുണ്ടല്ലോ ആത്മരൂപത്തിൽ നീ ഒറ്റപ്പെട്ടു പോകും. അബ്രഹാം പിതാവ് പ്രാർത്ഥന കേട്ടു. പക്ഷെ കേട്ടത് പറഞ്ഞു, മോനെ, നിന്റെ ആശ്വാസത്തിന് വകയില്ലല്ലോ, അവിടെ വെച്ച് ഓർക്കേണ്ടതായിരുന്നു. അത് തള്ളപ്പെട്ടു. രണ്ടാമത്തെ പെറ്റീഷൻ, എൻ്റെ സഹോദരന്മാർക്ക് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവര് അന്യന്മാർ വിവരം അറിഞ്ഞിട്ടില്ല. അവരെല്ലാം പറയുന്നത് വെല്ലിച്ചായ പോലത്ത് ഞങ്ങൾക്കും പോകണമെന്ന് പറഞ്ഞു. അവരെ ഇതൊന്ന് അറിയിക്കണം. അതിനെന്ത് ചെയ്യണം? ശരീരം വിട്ട ലാസറിനെ അങ്ങോട്ട് നയിക്കണം. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞു, മകനെ, അതിന് വ്യവസ്ഥയില്ല. ഞാൻ ഈ ഭാഗം ഈയിടെ വായിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു പുതിയ പ്രകാശം തന്നു. അത് പറയട്ടെ. ഈ നമ്മുടെ ഇടയിൽ അനേകം ആളുകൾ വിശ്വസിക്കുന്നത് മരിച്ചു പോയി കഴിഞ്ഞും ആത്മാക്കൾക്ക് വീട്ടിൽ വരാമെന്നാണ്. അങ്ങനെ വന്ന കഥകൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. വല്യപ്പച്ചൻ രാത്രി വന്നെന്നും കട്ടിലേക്ക് കയറി ഇരുന്നെന്നും വല്യമ്മച്ചി വന്ന് വെറ്റില മുറുക്കാൻ ചോദിച്ചെന്നും ഒക്കെ. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പഴയതാത്മാക്കൾ ഊടാടി നടക്കയില്ല. മരിച്ചു പോയവരാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, അത് ഡിപ്പാർട്ടഡ് സോൾസ് അല്ല, ശരീരം വിട്ട ആത്മാക്കളല്ല, ഫോളൻ ഏഞ്ചൽസ് ആണ്. അത് വീണുപോയ ദൂതന്മാരാണ്, പിശാചുക്കളാണ്. ഇന്ന് രാത്രി ഞാൻ ധൈര്യമായിട്ട് പറയുന്നു. പറയട്ടെ, ലാസറിനെ അയക്കുകയില്ല എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ
ഈ ധനവാൻ പറയേണ്ടത്, എന്റെ ചേട്ടന്മാർ അനിയന്മാരോട് എന്നേക്കാൾ ഉത്തരവാദിത്തമുള്ള ആരുമില്ല, ദാസർ പോകുന്നില്ലേ, പോകണ്ട, ഞാൻ പോകും എന്നെന്താ പറയാനത്? അവന് പോകാമായിരുന്നെങ്കിൽ അവൻ എന്തുകൊണ്ട് വന്നില്ല? മറ്റൊരുത്തനെ അയച്ചില്ലെങ്കിൽ അത് വേറെ കാര്യം. അവന്റെ സഹോദരന്മാരോട് ഈ വിവരം അറിയിക്കാൻ ആത്മാവിന് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ സഹോദരന്മാരോട് പറയും. എന്നോട് ചൂട് അവർക്കാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവൻ ഇറങ്ങിയില്ല? അവന് സഞ്ചരിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ. കർത്താവ് പറഞ്ഞാലും വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നവരെ നിങ്ങൾക്ക് വേറെ രക്ഷയില്ല. പ്രൈസ് ഗോഡ്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. പൂർവിക കാലങ്ങളിൽ, അജ്ഞാനത്തിന്റെ കാലങ്ങളിൽ മനുഷ്യർ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നത് കെയറോഫിലായിരുന്നു. ദൂതന്മാരുടെ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോർഡ് ഓഫ് ഏഞ്ചൽസ്. ദൂതന്മാരുടെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഭൂമിയിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ പേട്രിയാർക്സ്, പ്രധാന പിതാക്കന്മാർ എഴുന്നേറ്റപ്പോൾ, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീർന്നപ്പോൾ ലോകം പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ. ദൈവത്തെ സീനായിലെ പ്രമാണം പ്രാപിച്ച് ആരാധിക്കുന്നവർ ജനത ഇസ്രായേൽ എഴുന്നേറ്റപ്പോൾ അന്ന് തുടങ്ങി ലോകം ഇങ്ങനെ മാറ്റി. ഇസ്രായേലിന്റെ ദൈവമേ, ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കെയറോഫിൽ ചൊല്ലേണ്ട പിതാവേ എന്ന് ചൊല്ലിയാൽ മതി. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിനക്കും കൃപാസനത്തെ മറച്ചിരുന്ന ആ മറശീല വെട്ടിമുറിച്ച നാഴിക മുതൽ ഒരു പുത്രത്വത്തിന്റെ അവകാശം ദൈവം നൽകിയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ഈ സ്വാതന്ത്ര്യം ഇന്ന് രാത്രി മുതൽ ഉപയോഗിക്കണമെന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരു കൊച്ചു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നു. എത്ര മണി വരെയാ ഇരുട്ടുണ്ടായെന്ന് അറിയാമോ? യേശു മരിക്കുമ്പോൾ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ. 9 മണി നേരം ആയപ്പോൾ ഇരുട്ട് മാറി. ഏകദേശം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 2 മണി 3 മണിയൊക്കെയാണ് നേരം ഇരുട്ട് മാറിയപ്പോൾ. നല്ല പകൽ വെളിച്ചം മിച്ചം. ആ സമയത്ത് ഞാൻ യെരൂശലേമിന്റെ കാര്യത്തിനകത്തോട്ടൊന്ന് ചെറുതായിട്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കുകയാണ്. ഞാൻ അവിടെ നീ നോക്കിയപ്പോൾ ആയുസ് കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ കാണുകയാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് മറച്ചിട്ടിരുന്ന ആ തിരശ്ശീല 2ആയിട്ട് മുറിഞ്ഞു മാറി കിടക്കുകയാണ്. ഞാൻ ആയുസിൽ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഇങ്ങനെ നോക്കി കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു മഹാവിരോധം വന്ന് എന്നോട് പറയാണ്, കുഞ്ഞെ നീ എന്തുവായി നോക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ആ അതിപരിശുദ്ധ സ്ഥലത്തെ കാഴ്ച കാണാൻ നോക്കുകയാണ്. ഉടനെ അദ്ദേഹം എന്നോട് പറയുന്നു, കുഞ്ഞെ നീ വിഷമിക്കണ്ട, മഹാപാപ പരിഹാര ദിവസം വരുന്നുണ്ട്, അന്ന് ഞാൻ കയറി അവിടെ കണ്ടേച്ച് വിവരം വന്ന് നിന്നോട് ഉള്ള പോലെ പറയാം. ഉടനെ ഞാൻ പറയുന്നു, വേണ്ട, ഞാൻ കണ്ടോളാം. ഞാൻ എന്റെ കണ്ണാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ എന്നോട് പറയാമെന്ന്. നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ തലയ്ക്കകത്ത് ബ്രെയിൻ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം. തിരശീല മുറിഞ്ഞതിനു വേണ്ടിയാണ് ഐക്യനായി നിൽക്കുന്നവന്, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നവന്, അതിപരിശുദ്ധ സ്ഥലത്തെ കാഴ്ച ഒരുത്തരുടെ ഒത്താശ കൂടാതെ കാണുവാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി. നിങ്ങൾ ഈ പ്രസംഗം കേട്ട് ഇതിലൊരുമാതിരി ടെൻഷൻ പോയിരിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ ഒരു കാര്യം പറയും. നിങ്ങളെല്ലാം കോമൻസ് കണ്ടിട്ടുള്ള വാല് നക്ഷത്രം അല്ലപ്പോഴും ഒരിക്കൽ ഉദിക്കുന്നതാണ്. ഒരിക്കൽ ആകാശത്തിൽ ഒരു വാൽ നക്ഷത്രം ഉദിച്ച സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ രാത്രിയിൽ അയാൾ യാദൃശ്യമായിട്ട് മുറ്റത്തിറങ്ങി. അയാളുടെ വീടിന്റെ മുറ്റത്തൊരു പുളിമരം. അയാൾ ആ പുളിമരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കോമറ്റ് ചൂല് പോലെ വാലും ഒക്കെ ആയിട്ട് ഒരു നക്ഷത്രം ഇങ്ങനെ നിൽക്കുന്നു. അയാൾ ഇതിനെ അത്ഭുതപ്പെട്ടു. അയാളുടെ തൊട്ടടുത്ത് അയാളുടെ അയൽക്കാരനായ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. അയാളെ വിളിച്ചു, എഴുന്നേക്ക് എഴുന്നേക്ക്. അയാൾ എഴുന്നേറ്റു. എന്താന്ന് ചോദിച്ചു. വാല് നക്ഷത്രം. അയാൾ ചോദിച്ചു, എവിടെ? ഉടനെ ഇയാൾ പറഞ്ഞ എന്നാന്നറിയാമോ? നീ വാ, പുളിമരത്തിന്റെ ചോട്ടിൽ നിന്ന് നോക്ക്, ഇവിടെ വരാമേ കാണാം. ഇയാൾ പുളിമരത്തിന്റെ ചോട്ടിൽ നിന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഇയാൾ വിചാരിച്ചു ലോകത്തുള്ളവർക്കെല്ലാം ഇത് കാണണമെങ്കിൽ ഇയാൾ പുളിമരത്തിന്റെ ചോട്ടി വരണം. ആകാശ സാക്ഷികളെ കാണാൻ ആരും ആരുടെ പറഞ്ഞു പോകണ്ട. സൂര്യനെ കാണാൻ ആരും ഇന്ത്യക്ക് പോകണ്ട, അമേരിക്കക്ക് പോകണ്ട. എല്ലാവർക്കും കാണാവുന്ന വിധത്തിലാണ് ദൈവം ആകാശ സാക്ഷികളെ. ദൈവത്തെ ആർക്കും എവിടെയും നിന്നുകൊണ്ട് അത് വിശ്വാസത്തിന്റെ നഗ്നനേത്രങ്ങളാൽ കാണത്തക്കവണ്ണമാണ് ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നത്.
ദൈവത്തിന്റെ വൈദ്യരെ, ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, നിനക്ക് ദൈവം ക്രിസ്തുവിലൂടെ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ദൂതന്മാരുടെ കൈവല്ല, പൂർവ്വപിതാക്കന്മാരുടെ കൈവല്ല, ഇസ്രായേലിന്റെ കൈവല്ല. ഫാദർ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്ര സ്വീകാരമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം നൽകി. ആക്കുവാനല്ല, ആക്കുവാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല, ആകുവാൻ അധികാരം. തങ്ങൾക്ക് ലഭിച്ച അവകാശം ഉപയോഗിച്ച് ദൈവമക്കളായി തീർന്നുവെന്ന് ഉള്ളുറപ്പുള്ള ദൈവമക്കൾ അവരുടെ കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, മുടിയമ്പുത്ര വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച സമയത്തുണ്ടല്ലോ, ഒരു നിമിഷം എല്ലാവരും നേർന്നു നോക്കിയേ, നാല് കീറിയ വസ്ത്രങ്ങളുമായിട്ട് ആ ഡീസന്റ് ജെന്റിൽമാനെ കയറി കെട്ടിപ്പിടിച്ചു. ഒരു അന്യ മനുഷ്യനാണെങ്കിൽ പറഞ്ഞേനെ, ഇടാ എന്നെ വിട്ടേ ചോട്. ആ അപ്പൻ എന്ത് ചെയ്തു? ആ നല്ല പിതാവും നല്ല വസ്ത്രങ്ങളോടുകൂടി ഈ കീറി പറഞ്ഞവനെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം സ്വീകരിക്കുന്ന പിതാവിന്റെ അടുക്കൽ അനുതാപത്തോടെ ഓടിയെത്തിയ പുത്രന്റെയും നടുവിൽ ഒരു മധ്യസ്ഥൻ വേണ്ട. ദൈവത്തിന്റെ അടുക്കൽ ക്രിസ്തുവിലൂടെ അനുതാപത്തോടെ അടുത്തിയെല്ലുന്ന ദൈവ പൈതലേ, നിന്റെയും നിന്റെ അപ്പന്റെയും നടുവിൽ ഒരു മധ്യസ്ഥൻ വേണ്ട. അതിന്റെ ഇടയ്ക്ക് ആരും കേറരുത്. ഞാൻ ഈയിടെ സഹികെട്ടപ്പോ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞു, അങ്ങനെ ദൈവവും തന്റെ അനുതാപിയായ പുത്രനും കൂടി ഗാഢാശ്ലേഷത്തിൽ ഇങ്ങനെ ഒന്നായി ചേരുന്നതിന്റെ ഇടയ്ക്ക് മധ്യസ്ഥൻ കയറിയാൽ അവൻ ചിലപ്പോ പൊട്ടിപ്പോ. ലോകത്തിൽ ഒരു മനുഷ്യനും എന്റെ പേര് പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. അവിടെ ആരും നിർത്തല്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരോട് തുടർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത്, ഇനി അറ്റ കൈ കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥന നിർത്തിയാൽ എനിക്ക് പ്രയാസമൊന്നുമില്ല. കാരണം ദൈവം എന്റെ അപ്പനാണ്. അങ്ങോട്ടുള്ള വാതിലിപ്പഴും തുറന്നു കിടക്കുകയാണ്. എനിക്ക് പുത്ര സ്വീകാരമുണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും കേൾക്കും. മഹാവിരോധിതൻ ആണ്ടിലൊരിക്കൽ മുട്ടാടി അവിടെ കയറുന്ന സ്ഥലത്ത് അതിധൈര്യത്തോടെ തത്സമയത്തുള്ള സഹായത്തിന് കൃപ ലഭിക്കാൻ അവിടെ കയറുവാൻ കൃപാസനം എനിക്ക് നിനക്ക് വേണ്ടി ദൈവം ഇതാ 24 മണിക്കൂറും തുറന്നു വച്ചിരിക്കുന്നു. ദൈവം നിന്റെ പിതാവാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകളാണെങ്കിൽ, ജീവിതമേ ഇന്ന് രാത്രി വീണ്ടും നിന്നെ അടിമയാക്കുവാൻ ഇടനിലക്കാർ കയറി വരുമ്പോൾ നീ വഞ്ചിതരാകരുത്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് വളരെ പറയാൻ ആഗ്രഹം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ദയവായി ഞങ്ങളെ സമീപിക്കും. ഈ കർത്താവിന്റെ ദാസന്മാരോട് ചോദിക്കും, അവർ നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എനിക്ക് ചില യോഗങ്ങളിൽ കൂടെ സംബന്ധിച്ചേച്ച് എനിക്ക് നാട്ടിൽ പിന്നെയും കടന്നുപോയി കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഇടങ്ങളിൽ 2 ജോലി തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.